ಇನ್ನು ಮುನ್ನಲು ಇನ್ಶಾಲ್ಲಾ ವಿಡಿಯೋ ಕ್ಲಿಪ್ ಮುಖಾಂತರ ನಿಂಗೆ ಹಜ್ಜರೆ ರೂಪ ಕಾಟೋಗೈತೆ ಮೌಲವಿ ಅಬೂ ಬಿಲಾಲ್ ಎಸ್ ಎಂ ಎಲ್ಲ ನಾನು ಸ್ವಾಗತ ಆಗ್ರೆ. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربي زدنا علما. പിർസത്തോ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവേ വിധിവിധാനത്തെല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് മോമിനൈത്ത് മുത്തഖിയൈത്ത് ജീവിക്കുക പ്രതി ഒരാളും പരിശ്രമിക്കണം ചെന്നിട്ട് എല്ലാവരൊട്ടും ഞാൻ വസിയത്താക്കറ്. അള്ളാഹു അത്രയും നല്ല ആളന്മാരൊട്ടും ഞങ്ങളോ സേർപാടിത്ത് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങളെതിരിൽ ഒരു പ്രഭാഷണം നടത്തുകയല്ല ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കലായ രീതിയിൽ ഹജ്ജ് എങ്ങനെ ആക്കറോ ചെന്നിട്ട് കാട്ടറൈത്തിക്കറ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ശരിയായിട്ട് ഈ ഹജ്ജ് മക്കത്ത് പോയിട്ട് ഹജ്ജാക്കിയിട്ട് പറകൂ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ റായത്തിൽ നിന്ന് ഹജ്ജിക്ക് ഭർത്തായിട്ട് പോണ്ട. ഹജ്ജിക്ക് ഭർത്തായിട്ട് പോകുമ്പോൾ ഫസ്റ്റിക്ക് ഞങ്ങൾ സഫറിൻ്റെ ദുആ അവിടെ എനിക്ക് സ്ക്രീനിൽ കാണണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് സാധാരണ ഗാഡിയിൽ പോകുമ്പോഴത്തേക്ക് ചെല്ലുന്ന ദുആ. അതിലോട്ട് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഅദ ചെന്നിട്ട് തുടങ്ങരുത്. അപ്പോൾ ഇതേ ദിക്ർ ഞങ്ങൾ സഫർ പോയിട്ട് റിട്ടേൺ വരുമ്പത്ത് അത് കീൽ നോക്കോ ലാസ്റ്റ് ആയിബൂന തായിബൂന ആബിദൂന ലി റബ്ബിന ഹാമിദൂൻ. റിട്ടേൺ ഞങ്ങൾ വരുമ്പത്ത് ഇതെല്ലാം ചെന്നിട്ട് ലാസ്റ്റ് ഇത് എക്സ്ട്രാ ചെല്ലോ. അതേ ദിക്ർ സഫറിൻ്റെ ദുആ ഞങ്ങൾ എവിടുത്തെ സഫർ ഭർത്താവ് അപ്പമേ ഗാഡി വെച്ചപ്പമേ ദുആ ഇറക്കണം. പിന്നെ മീക്കാത്തിൽ വെച്ചിതായിട്ട് ഈറാമുക്ക് പ്രവേശിക്കേണ്ടത് ഓരോ ഏരിയത്തങ്ങൾക്ക് ഓരോ മീക്കാത്തുണ്ട്. ഞങ്ങൾക്ക് ബാക്കിയുള്ള മീക്കാത്രയിൽ ഞാൻ ചെല്ല പോണില്ല. ഞങ്ങൾക്ക് മീക്കാത്ത് ചെന്നെങ്കിൽ അത് യലംലം. യലംലം ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും, എങ്ങനെ ഞങ്ങൾക്ക് ಗೊತ್ತಾವರು ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്ക് ಮೇಲ್ ಅನೌನ್ಸ್ಮೆಂಟ್ ಬಂದು ನೀಗ ಎಲಂಲಂಗೂ ಎತ್ತಿಯಾರು ಚೆന്നിಟ್ಟು ನೀಯತ್ತಾಕೋರು
അപ്പോൾ ആ ടൈമിൽ എത്തിക്കറി ഞങ്ങൾ ആ നീയത്താക്കിയതോടു കൂടെ ഞങ്ങൾക്ക് കൊരിയ ബിസി എല്ലാം ഹറാമാവും. അതിന് പിന്നെ ഉഗൂരെടുക്കോ തീരാ. നിങ്ങൾ ഈ ബുക്കിലോ 54 പേജ് നോക്കൂ. ഇഹ്റാം ചെന്നിട്ടുണ്ട്. ഹജ്ജ് പിന്നെ ഉംറ അതിക്ക് ഇഹ്റാം കെട്ടോകു അല്ലെങ്കിൽ ഇഹ്റാമുക്ക് പ്രവേശിക്കുന്നതിക്ക് ഐത്തിക്കറി ഇഹ്റാമുണ്ട് ചെല്ലോ. ഹജ്ജ് ഉംറത്തുക്ക് ആക്രതായ കർമ്മത്തുക്ക് പ്രവേശിക്കുന്നതിക്ക് ഇഹ്റാമുണ്ട് ചെല്ലോ. ഇഹ്റാമുക്ക് മുന്നിലൈത്ത് ഉഗുറു കട്ടാക്കിത്ത് ക്ലിയർ ആവണം. പിന്നെ നിങ്ങൾക്ക് എന്നെ ഉഗുറു കട്ടാക്കറപ്പ 13 ദുൽഹിജ്ജത്തെ പിന്നെ ഇഹ്റാമുക്ക് പ്രവേശിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഹജ്ജ് തമത്തു ഇഫ്രാദ് കിറാനെല്ലാം ചെന്തല്ലേ. അപ്പം ഞങ്ങൾ അതിലെ വിവരണമായിട്ട് പണ്ട് ഇൻഷാല്ലത് പിന്നെ ചെല്ലണ്ടേ. പിന്നെ ഇഹ്റാമുക്ക് പ്രവേശിച്ച പിന്നെ ഞങ്ങൾക്ക് ഉഗുറു കട്ടാക്കുകയില്ല. കങ്കുലത്തെ തൊക്കുരട്ടിൻ്റെ മുടി അത് മുന്നല്ലേ എടുത്ത് വയ്ക്കും, പിന്നെ എടുക്കുകയില്ല. മീസ കെട്ടാക്കുകയില്ല. തടിയിൽ നിന്നിട്ട് പിന്നെ റോമ എന്നും കട്ടാക്കുകയില്ല. അതെല്ലാം മുന്നലേ ക്ലിയർ ആയിട്ടിക്കോണം. മീത്കാത്ത് എത്ര മുന്നലേ ഞങ്ങൾ കൊടുത്ത ഫ്ലൈറ്റിൽ പത്തിയിട്ട് ഊടമേ ഇഹ്റാമിൻ്റെ തുണി ഉടുത്തേ പോകണ്ടോ. ഞങ്ങൾ ഉടുത്തമേ ഇഹ്റാമിൻ്റെ തുണി ഉടുത്തത് പോകണ്ടോ. അപ്പം ഞങ്ങൾക്ക് ആ മേല് ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് എത്തിക്കുന്ന മീക്കാത്ത് എത്തണങ്ങ. ബാക്കിയുള്ളങ്ങ് ബസ്സിൽ മുട്ടുള്ളങ്ങ് ബസ്സിൽ ബണ്ടങ്ങുള്ളാറ്, കാറിൽ ബണ്ടങ്ങുള്ളാറ് ಅಂಕೆಲ್ಲ ಮೀಕಾತು ಚೆಲ್ಲದ ಜಾಗಲ್ಲಿ ಪಲ್ಲಿ ಉಂಡು, ಟಾಯ್ಲೆಟ್ ಉಂಡು, അവിടെ ഡ്രസ് ചേഞ്ച് ആക്കുക എല്ലാ വ്യവസ്ഥ ഉണ്ട്. ഞങ്ങൾക്ക് ഊർത്തമേ പോണ്ട കൊണ്ടുത്തു ഞങ്ങൾക്ക് മീക്കാത്ത് കിട്ടില്ല. മീക്കാത്ത് ക്രോസ് ആവും. എല്ലാം ക്രോസ് ആയ പിന്നെ ഇത് ജിദ്ദ എയർപോർട്ട് കിട്ടത്. അതുകൊണ്ട് അവിടെ അനൗൺസ്മെൻറ്റ് ആക്കർക്ക് അമ്പത്തേക്ക് നിങ്ങൾ ആ നീയത്ത് ചെല്ലണത് നീയത്തോടെ നിങ്ങൾക്ക് കാട്ടുക ഇൻഷാ അല്ലാഹ്. പിന്നെ എന്നെ ഇവിടെ കാണ്ടല്ല നിങ്ങൾക്ക് എന്തെല്ലാം ആക്കോ തീരാ ചെന്നിട്ട് അവിടെ അതൈത്തിക്കറ് ഉഗുറു കട്ടാക്കറോ, തലരെ മുടിയെടുക്കറോ, പുരുഷന്മാർ സ്റ്റിച്ചാക്കിയ ഡ്രസ്സ് ഇടറോ, സോക്സ് ഷൂ ഇടറോ, പിന്നെ പുരുഷന്മാർ തല മറക്കറോ, പെണ്ണിങ്ങ മുഖവും അങ്കയും ബന്ധാക്കറോ, പിന്നെ ಬೇಟೆಯಾಡ್ರೋ സിക്കാരി സുഗന്ധദ്രവ്യം മുന്നലിടാം ഇഹ്റാം പ്രവേശിക്കുമ്പോൾ പിന്നെ ഇടുകയില്ല. പിന്നെ വിവാഹവും വിവാഹത്തിന് സംബന്ധപ്പെട്ട ചർച്ച. നഗ ഹജ്ജിക്ക് പോയിരാ റായത്ത് ഫോണു രണ്ട് മോൾക്ക് ഒരു പൊതു വന്നിട്ട് മുണ്ടക തീരാ വിവാഹത്തെ വിഷയം മുണ്ടകയില്ല. അപ്പോൾ എന്ത് ചെല്ലുണ്ടെങ്ക ഞാനിപ്പോൾ ഇഹ്റാമിലുള്ള ഹജ്ജെല്ലാം തീന്നിട്ടായ പിന്നെ റായത്ത് പണ്ട് അപ്പം ഞങ്ങൾ ചർച്ചയാക്കാം. അപ്പം അതും വിഷയം ഞങ്ങളുടെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കും. എന്നെ ഹജ്ജ് ഇവിടെ മുന്നത്തെ ക്ലാസ്സിൽ ചെന്ന് ഹജ്ജ് 3 വിധമുണ്ട്. ഒന്ന് തമത്തു, കിറാൻ, ഇഫ്രാത്ത്. തമത്തു ആയിട്ട് ഞങ്ങൾ ആക്കരുത്. ഹജ്ജും ഉംറയും ഒട്ടുകാക്കരുത്. തമത്തു ചെന്നെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ എപ്പോൾ പോകണ്ട ഒരു വേള ഒരു മന്ത് 1 മന്ത് ബിഫോറേ പോകണ്ട. ഞങ്ങൾ അല്ലെങ്കിൽ 2 തിങ്കൾ മുന്നിൽ 1.5 തിങ്കൾ മുന്നിൽ പോകേണ്ടതും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ പോയിട്ട് ഉംറെല്ലാം ആക്കിയ പിന്നെ തഹല്ലുലാവുക. തഹല്ലുൽ ചെന്നെങ്കിൽ ഇഹ്റാം തുണിയെല്ലാം എടുക്കണങ്ങ ക്ലിയർ. പിന്നെ ഞങ്ങൾ നോർമൽ ഡ്രസ്സ് ഇട ഇട്ടിട്ട് പിന്നെ ദുൽഹജ്ജ് 8 തിക്കണങ്ങ ഞങ്ങൾ ഹജ്ജിക്കുള്ള ഇഹ്റാമുക്ക് പ്രവേശിക്കരുത്. അങ്ങനെ ആക്കരുത്. ഇടയിൽ തഹല്ലുലായിട്ട് പിന്നൊർക്ക ഇഹ്റാമുക്ക് പ്രവേശിക്കുന്ന ഈ രീതി ഉണ്ടല്ലോ ഇത് തമത്തുകൊണ്ട് ചെല്ലണം. ഇതൈത്തിക്കറ് ഞങ്ങൾ ഇന്ത്യത്തെ പോണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈസിയും അതൈത്തിക്കറ്. പിന്നെ ഇഹ്റാമുക്ക് പ്രവേശിക്കുമ്പോൾ ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് ചെല്ലണം. ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് ഇതൈത്തിക്ക് ഞങ്ങൾ ബായിൽ ചെല്ലേണ്ടത്. നീയത്ത് മനസ്സിൽ കരുതറ. അപ്പം നിസ്കരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്തിനാ ഫസ്റ്റ് ചെല്ലണം അല്ലാഹു അക്ബറിൻ്റെ കൈ കെട്ടണം. അതേപോലെ അതിലെ ജാഗ ലബ്ബൈക അല്ലാഹു ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് അതോടുകൂടെ ചുമ്മ കാര്യമെല്ലാം ഹറാമായിട്ട് ഇഹ്റാമിൽ നിന്ന് ഞങ്ങൾ നിർഗമന അവരോടത്തോളം. പിന്നെ മസ്ജിദ് ഞങ്ങൾ ഇഹ്റാമുക്ക് പ്രവേശിച്ച പിന്നെ ഞങ്ങൾ ഇഹ്റാം പ്രവേശിച്ചായിട്ടല്ലേ ഞങ്ങൾ
മീക്കാത്ത് എല്ലാം ക്ലിയർ ആയിട്ട് എന്നങ്ങ ഇപ്പോൾ പോണ്ടോ ഡയറക്റ്റ് എയർപോർട്ടോ ജിദ്ദ എയർപോർട്ടോ മസ്ജിദുൽ ഹറാമുകു മക്കത്തെ കാബക്ക് സാധാരണ പള്ളിയിൽ ദ്വാരക്കര ദ്വാമേ അതിലും ചെല്ലകും ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ റഹ്മതിക് ഇതിനങ്ങ് ചെന്നിട്ട് ബലത്തെ കാൽ വെച്ചിട്ട് എൻ്റർ ആവണം. പിന്നെ ഓർമ്മിച്ച് അതിനിടയിൽ ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കണു മസ്ജിദുൽ ഹറാമുക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ പ്രവേശിച്ച പിന്നെ ഞങ്ങൾ റായത്തിലുള്ള സാധാരണ പള്ളിക്ക് പ്രവേശിച്ച എന്താക്കറ തഹിയത്തുൽ മസ്ജിദ് രണ്ടറക്കാത്തുണ്ടല്ലേ അത് അവിടെ ഇല്ല. അവിടെ ഞങ്ങൾ തവാഫേ ഫസ്റ്റിക്ക് തഹിയത്ത് ഞങ്ങൾക്ക് തവാഫ് കൊണ്ടുത്തേ സ്റ്റാർട്ട് ആവണം. അപ്പം ഡയറക്റ്റ് ഞങ്ങൾ എന്താക്കണോ മസ്ജിദുൽ ഹറാമുക്ക് പ്രവേശിച്ചതോട് കൂടെ ഡയറക്റ്റ് ഞങ്ങൾ തവാഫ് ആക്കുക പോകണം. പിന്നെ മസ്ജിദുൽ ഹറാമുക്ക് പ്രവേശിക്കുന്നോടത്തോളം ഞങ്ങൾ തൽബിയത്ത് ചെല്ലണം. ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് ലബൈക്ക് ലാ ശരീക ലക ലബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇത് ഞങ്ങൾ ഇഹ്റാമുക്ക് പ്രവേശിച്ചത് പിടിച്ചിട്ട് ഞങ്ങൾ മക്കത്തെ മസ്ജിദുൽ ഹറാമുക്ക് പ്രവേശിക്കുന്നോടത്തോളം ചെന്നുകൊണ്ടേക്കോണം റിപ്പീറ്റാക്കിക്കൊണ്ടേക്കോണം. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ആക്കേണ്ടത് തവാഫുൽ ഖുദൂമായിട്ടേക്ക് ഞങ്ങൾ മക്കത്തേക്ക് പോയപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ആക്കരുത് ഫസ്റ്റ് അമലായിട്ടേക്ക് തവാഫുൽ ഖുദൂം ഫസ്റ്റ് ആക്കരുത്. ഇപ്പം ഞങ്ങൾ എവിടെയുള്ള നിങ്ങൾ ഞങ്ങളൊട്ട് രണ്ടൊട്ടുക്ക് വേണ്ടീങ്ക കാല് കേടുത്ത് പോണ്ടല്ല ഈ ക്ലാസ് തീരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ഹജ്ജാക്കി അനുഭവം വരണം എനിക്ക്. ഇപ്പം ഞങ്ങൾ എവിടെ എത്തിയറാ എവിടെയുള്ള ഞങ്ങൾ മസ്ജിദുൽ ഹറാമല്ലു എന്തൊക്കെ പോയിട്ടുള്ള തവാഫുൽ ഖുദൂമാക്കോ തവാഫുൽ ഖുദൂം ചെന്നാൽ ഫസ്റ്റ് ആക്കിற തവാഫ് അതിന് എന്തെല്ലാം ഞങ്ങൾക്ക് എന്തെല്ലാം ആക്കുകൊണ്ടു തവാഫുಲು കാബരെ ഏൽപ്പെട്ട എന്തിനാക്കറോ തവാഫ് ആക്കറോ ഏൽപ്പെട്ട ചുത്തറോ ഹജറുൽ അസ്വദിലെ മൂലയിൽ നിന്ന് തുടങ്ങണം. ഹജറുൽ അസ്വദിലെ ഫോട്ടോ ഇവിടെ കാട്ടറ ഇൻഷാ അല്ലാ. ഹജറുൽ അസ്വദിലെ മൂലയിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ആക്കണം. ഹജറുൽ അസ്വദിലെ ചുംബിക്കണം അല്ലെങ്കിൽ തൊടണം. അസാധ്യമായെങ്കിൽ സാധ്യമായില്ലെങ്കിൽ ദൂരത്തിൽ നിന്ന് കയ്യിൽ സന്നാക്കി മെയ്യാവും. ദൂരത്തിൽ നിന്ന് കയ്യിൽ സന്നാക്കി മെയ്യാവും. ഒരുവേള ഞങ്ങൾക്ക് സാധ്യ വരും കോളിങ്ങനെ തട്ടുപാട്ടാണ്ടെല്ലാം ഉണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് അത് അത്ര ശീക്രം അത് ആവില്ല. ഇങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചെന്നിട്ട് ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് അവിടെ ലൈനുണ്ട് ആ ലൈനിൽ നിന്ന് തുടങ്ങുകൊണ്ടങ്ങ. പിന്നെ റുക്നുൽ യമാനിൽ സാധ്യമാവെങ്കിൽ മുത്തോണം ഇത് തൊടണം മുത്തൊക്കെ ഇല്ലാവ മുത്തൊക്കെ ഉള്ളത് ഹജറുൽ അസ്വദ് മാത്രം. റുക്നുൽ യമാനിൽ ചെന്നെങ്കിൽ ഹജറുൽ അസ്വദിലെ ബാക്കിലുള്ള ഹജറുൽ അസ്വദ് എത്ര മുന്നോട്ട് ബാക്കിലുള്ള കോർണർക്ക് മൂല കൈത്തിക്കറ് എന്തിനു ചെല്ലോ റുക്കുനുൽ യമാനി. അപ്പം നിങ്ങൾക്കാണ്ട് എങ്ങനെ ഹൗ ടു പെർഫോം ഉംറ എങ്ങനെ ആക്കറോ ചെന്നിട്ട് ഫസ്റ്റിക്ക് ഞങ്ങളിവിടെ ചെന്നതുപോലെ അതിൽ നോക്കണം നിങ്ങൾക്കെല്ലാം ക്ലിയർ കാണ്ട് നിങ്ങൾക്ക് ബുക്കിലുണ്ട് നിങ്ങൾക്ക് അവത്ത് പോയിട്ട് സ്റ്റഡിയാക്കാം എന്തെങ്കിലും ഒരു പ്രാക്ടിക്കലായിട്ട് ഞങ്ങളുടെ കാട്ടരുത്. പിന്നെ ദുആ റുക്നുൽ യമാനിൽ നിന്ന് ഹജറുൽ അസ്വദിക്ക് എത്ര ഇടയിൽ ദ്വാരക്കേണ്ടത് ഇതായിരിക്കും. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടല്ലേ എല്ലാവർക്കും ദുആ അല്ലേ ഇതായിരിക്കും എത്ര പെട്ട വേണം ദ്വാരക്ക ആ ഇടയിൽ ആ ജാഗൽ ബാക്കി ജാഗൽ എന്തൊരു വേണം ചെല്ലാം എന്തൊരു വേണം ചെന്നെങ്കിൽ ഖുർആൻ ഓതാ ദിക്ർ ചെല്ല ഞങ്ങൾക്കും ദ്വാരക്ക സമുദായത്തിൽ പിന്നെ ദ്വാരക്ക. അപ്പം ഇതെല്ലാം ഞങ്ങൾ ആ പവിത്രമായ ജാഗക്ക് പോയപ്പോൾ മറക്കൊത്തീറ എല്ലാവരും നിങ്ങൾ ഉമ്മമാർക്ക് അബ്ബമാർക്ക് റായത്തേക്ക് സമുദായത്തേക്ക് എല്ലാവർക്കും ദ്വാരക്കോറു സ്വന്തത്തിനും ദ്വാരക്കോറു മക്കൾക്ക് ദ്വാരക്കോറു ഈ ദുആ അല്ലാത്ത ബാക്കി ജാഗലെല്ലാം ദ്വാരക്ക. ഇനിയിപ്പോൾ ഇവിടെ ഇൽത്തിബാഗ് ചെന്ന് തവാഫുൽ ഖുദൂമിൽ മാത്രമാക്കേണ്ടതാവാം അത് കൊഞ്ച് കാലി. അപ്പം ഇങ്ങനെ ഇടത് കൈ തുണി ഇങ്ങനെ ഇടത് കൈ തിക്കറ്
ಇಲ್ತಿಬಾಗ್ ಚೆಲ್ಲೋ. ഇത് ഫസ്റ്റ് ഞങ്ങൾ തവാഫുൽ കുദൂമാക്കറല്ലേ, അതിൽ ഇങ്ങനെ മുണ്ടുറോ ഉടുക്കുற ഒരു മുണ്ടുണ്ട്. ഫസ്റ്റ് ഒരു മുണ്ട് ഉടുക്കണം, അതിലൊട്ടുക്ക് മേലത്തെ ഇടതായ ഈ മുണ്ടോ ഇങ്ങനെ ഇടണം. ബലത്തെ കുഞ്ചി കാല് വെച്ചിട്ട് ആർക്ക് ഇത് ആണിയൊക്കെ മാത്രം. പിന്നെ അവിടെ ഇന്നൊരു സ്റ്റൈൽ കാണണ്ടല്ലേ അപ്പുറത്ത്, ഇങ്ങനെ ഇടോ തീരാവാ. ബലത്തെ കുഞ്ചി ഓപ്പൺ, എടുത്ത കുഞ്ചി ഓപ്പൺ ഇക്കോ തീരാ. ഇങ്ങനെ ഇത് റൈറ്റ്, ഇത് റോങ്. അപ്പം ഇങ്ങനത്തെ ബെൽറ്റ് കിട്ടി നിങ്ങൾക്ക് എങ്ങനത്തെ ഈസിയുള്ള ബെൽറ്റ് ആവൂ അതെടുക്കാം. ഇപ്പം ഞങ്ങൾ അവരോട് ഒരു ഉദാഹരണം ഒന്ന് കൊന്ന മാത്രം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർസ് ഉൾട്ട അല്ല ഇവിടെ ഞാനുണ്ടല്ലോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ സ്റ്റിച്ചാക്കിയ ഡ്രസ്സ് എന്ത് ഇടുകയില്ലല്ലേ, സ്റ്റിച്ചാക്കിയ ഡ്രസ്സ് എന്ത് ഇടുകയില്ല ആണിങ്ങ. അപ്പോൾ നിങ്ങളെ പർസ് എവിടെ വയ്ക്കാറ്, വാല്യുവേബിൾ വൈസ് മൊബൈലെല്ലാം എവിടെ വയ്ക്കാറ്, ഇതിലെല്ലാം ഓപ്പൺ ഉണ്ട്. ഇവിടെ ഇപ്പുറത്തെല്ലാം ഉണ്ട്. ഇതിൽ വെച്ചങ്ങ് ഇത്ത് അല്ലെങ്കിൽ ഇതിനെ കാടി ಬೇರೆ ಟೈಪ್ ಇರೋದು. ಬೆಲ್ಟ್ ಸ್ಟಿಚ್ಚುള്ള ತೊಂದರೆ ಇಲ್ಲವ, ಬೆಲ್ಟ್ ಸ್ಟಿಚ್ಚುള്ള ತೊಂದರೆ ಇಲ್ಲ. ಪ್ಯಾಂಟ್ പോലെ ഷർട്ട് പോലെ തുന്നിയത് തീറ. ബെൽറ്റ് സ്റ്റിച്ചുള്ള ತೊಂದರೆ ഇല്ല. പാൻറ്റ് പോലെ ആക്കിയത് അല്ലെങ്കിൽ ഷർട്ട് പോലെ ആക്കിയത് അതൈത്തിക്ക് റാണിങ്ങൾക്ക് തീരാത്തത്. എന്ത് അത് ട്രീറ്റ്മെൻറ്റിക്ക് പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് നടക്കുകയാവില്ല, പിന്നെ നിങ്ങൾ ഞങ്ങളുടെ അജ്ജാക്കറാറ്, അപ്പോൾ അതിക്ക് പ്രോബ്ലം ഇല്ല ട്രീറ്റ്മെൻറ്റിക്ക്. അപ്പോൾ ഇത് മുണ്ട് ഇതിങ്ങനെ ഇട്ടു ജണ്ടൊട്ടുക്ക്. അടിയില്ല അടിയിൽ തവാഫുൽ കുദൂമുൽ സ്റ്റാർട്ടിങ്ങിൻ്റെ തവാഫുൽ മാത്രം ഇതാവല്ലേ. ഓക്കെ കൊന്ത ഇതല്ലേ, ഓക്കെ കൊന്ത ഇതല്ലേ. ഇപ്പം ഞങ്ങൾ തവാഫുലുള്ളല്ലേ. നെക്സ്റ്റ് തവാഫ് ആക്കുമ്പോഴത്തേക്ക് ഈ റൗണ്ട് ഉണ്ടല്ലോ, ഇത് ഹിജ്ർ ഇസ്മായിൽ ചെല്ലണ്ട. ഇത് എന്തിൻ്റെ പേര് ഹിജ്ർ ഇസ്മായിൽ. ഇതിലെ പർത്തിലിൻ്റെ ആക്കണം. കാരണം ഇതിന് ചരിത്രമല്ല വിവരണമാക്കി പോകണില്ല, ഞങ്ങൾക്ക് ടൈം കുറേ ഉണ്ട്. ഇത് കാബർ ഉൽഗത്തെ ഭാഗമായിട്ടിക്കറത്ത്. അതുകൊണ്ട് ഈ തവാഫ് ആക്കുമ്പോൾ ഇതിൽ ഉൽഗത്തിൽ നിന്നാക്കാണ്ട് പർത്തിൽ നിന്നത്തെ ആക്കണം. പാടാ ചെന്നില്ലേ തവാഫ് ആക്കുമ്പോൾ റുക്കുനുൽ യമാനിയുടെ കയ്യിൽ സവർ ഇതായിത്തേക്ക് റുക്കുനുൽ യമാനി. ഈ റുക്കുനുൽ യമാൻ്റെ പിന്നെ ഇത്തേക്ക് ഏത് മൂല കിട്ടോ അജ്റുൽ അസ്വദ്. അങ്ങനെ അവിടെ ഉണ്ടാവും. അപ്പോൾ അജ്റുൽ അസ്വദിൽ നിന്ന് തുടങ്ങിയിട്ട് പാടെ ഈ 4 മൂലയും ചുറ്റിട്ട് 3 മൂല ചുറ്റിട്ട് ഓപ്പാസ് അജ്റുൽ അസ്വദിക്ക് എത്തുമ്പോൾ എത്ര തവാഫായിട്ട് ഒരു തവാഫായിട്ട്. അപ്പം ഞങ്ങൾ ഒരു തവാഫായിട്ട് അല്ലേ. അതേപോലെ എത്ര വട്ടാക്കണോ 7 വട്ട ചുറ്റണം. 7 വട്ട ചുറ്റുമ്പത്ത് പാടി ചെന്ന പോലെ എന്ത് വേണം ദ്വാരക്ക. ഒരു ദുആ മാത്രം സ്പെഷ്യൽ ഉണ്ട്, അതേതാ ഇന്ന് പാടും നിനപ്പുണ്ടല്ലോ എനിക്ക്. ഏത് ദുആ? റബ്ബനാത്തി. അതെവിടെ? ബിറ്റ്വീൻ റുക്കുൽ യമാനിയും അജ്റുൽ അസ്വദും. ഓക്കെ. നെക്സ്റ്റ് മക്കാം ഇബ്രാഹിമിലു 2 റക്കാത്ത് നിസ്കരിക്കണം. മക്കാം ഇബ്രാഹിം എന്താക്കില്ല, തൊടകില്ല, മുത്തകയില്ല, സവറകില്ല, എന്തും ഇല്ല. അതിൻ്റെ ബാക്കിലായിട്ട് അവിടെ റഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലായിട്ട് എവിടെ വേണം മസ്ജിദിൽ നിസ്കരിക്കാം. 2 റക്കാത്ത്. 1-ാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 2-ാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതെത്തിക്കണം ആ നിസ്കാരത്തിൽ. ഇപ്പം ഞങ്ങൾ 5 മിനിറ്റ് പിന്നെ നിസ്കരിക്കുക ബന്ധാക്കിയിട്ട് പിന്നെ നിസ്കരിച്ച് പിന്നെ കണ്ടിന്യൂ ആക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഹജ്ജിൻ്റെ കർമ്മത്തിൽ എല്ലാ ജാഗലും ഹജ്ജ് സ്റ്റാർട്ടായിട്ട് എണ്ടാവരോടത്തോളം ആണും പെണ്ണും മിക്സാവാണ്ടിക്കു ജാഗ്രത വഹിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലോ ഞങ്ങൾ തവാഫാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അന്യപുരുഷന്മാർ
എതിരിലിങ്ങനെ ബണ്ടത് ഞങ്ങൾക്ക് കണ്ട് അഡായെങ്കിൽ ಬಂದಂಗಿൽ ഞങ്ങളെ ഷാലിങ്ങനെ ഇട്ടോണ്ടിന്നാണ്ട് ഫുള്ള് ബന്ധാക്കറല്ല പിന്നെ എടുക്കറ്. അപ്പം അത്ര സൂക്ഷ്മത ബാധിച്ചുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെ നോക്കെങ്കിൽ ഇടീ നാൾ ബന്ധാക്കിയിരിക്കണോ പെണ്ണിങ്ങ മുഖ മറക്കില്ലല്ലേ തവാഫിലു. പിന്നെ തവാഫ് ഏലും ആയിട്ട് മക്കാം ഇബ്രാഹിം നിസ്കാരം ചെയ്യുന്ന പിന്നെ ഞങ്ങൾ പോകേണ്ട എവിടേക്ക് സംസം തണ്ണി കുടിക്കും. സംസം കിണലാണെങ്കിൽ ഇപ്പം കാണോ കിട്ടല അത് കിണയിത്തിക്ക് നോക്കറോടെ അതിൽ ഉൾകൈത്തിട്ട് ഡീപ്പായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് എത്രമാ ആളന്മാർ അതിൽ തണ്ണി കുടിച്ചാറ്. മദീനത്തേക്ക് പൈപ്പ് ലൈനിൽ പോണ്ടല്ലേ, മദീനത്ത് അങ്ങനെ ചെല്ലാറും. മദീനത്തേക്ക് പൈപ്പ് ലൈനിലുണ്ട്. എത്ര കോട്ടികെട്ടല മനുഷ്യന്മാർ കുടിച്ചാണുള്ള. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ മാഉ സംസം ലിമ ശുരിബല, ആറ് സംസം തണ്ണി കുടിച്ചാറ് എന്തൊരു ഉദ്ദേശം വെച്ച് കുടിച്ചാറ് അത് ഉണക്കിട്ട് സഹീഹായ ഹദീസൈത്തിക്ക്. ഞാനിപ്പോൾ എൻ്റെ മനസ്സിലെ രോഗശിഫാവണു ചെന്നിട്ട് ഞാൻ കുടിച്ചെങ്കിൽ എൻ്റെ മനസ്സ് രോഗശിഫാവും. എന്തൊരു നീയത്ത് വയ്ക്കറ അത് കിട്ടേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പടിപാടി തന്നത്. പിന്നെ സംസം തണ്ണി കുടിച്ച പിന്നെ സഫാ മറുവരെ നടുവിൽ 7 പട്ട സൈയാക്കണം. ഇതേക്ക് സൈക്ക് പോകണ്ടോ ഇങ്ങനെ സൈയാക്കാനുള്ള ജാഗ ഇത് ലെഫ്റ്റ് ഈ സൈഡിലുള്ളത് ഇത് സഫ, അത് മറുവായിട്ടിക്ക്. സഫ മറുവക്ക് ഫസ്റ്റ് ഞങ്ങൾ സഫക്ക് 10 തെല്ലിങ്ങനെ ഹൈറ്റ് ഉണ്ട് തെല്ല് ജാഗ അവിടെ അങ്ങ് ഈ ആയത്ത് പാരായണാക്കണം. ഇന്ന സഫാ വൽ മറുവത മിൻ ശആഇരില്ലാഹ് فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. ഫുൾ ഓതാ അല്ലെങ്കിൽ ഇന്ന സഫ വൽ മറുവത മിൻ ശആഇരില്ലാ അൻറ്റും ഓതിയെങ്കിൽ മെയ്യ ഒരു ചെന്ത് അഭിപ്രായമുണ്ട്. പിന്നെ സഫാ മറുവത്തിൽ 3 വട്ടനങ്ങ ദിക്ർ ചൊല്ലണം. ഈ ദിക്ർ കീഴ്പണ്ട ദിക്ർ 3 വട്ട ദിക്ർ ചൊല്ലുമ്പോൾ 2 വട്ടനങ്ങ കാബക്ക് ഫേസ് ആക്കിയിട്ട് കൈ വെയ്ത്ത് ദ്വാരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദ്വാര ഇന്ന സഫ വൽ മറുവത മിൻ ശആഇരില്ലാഹ് ഈ ആയത്ത് ഓതും. പിന്നെ ഇടയിലുള്ളതല്ലാതെ ഹദീസിന്റെ ഭാഗമായിട്ട് കിബില ഫസ്തഖ്ബലൽ കിബില കിബിലക്ക് ഫേസ് ഇട്ടിട്ട് എന്നിട്ട് ദ്വാരന്നെന്തോ അള്ളാഹുരെ ഏകീകരണാക്കിയിട്ട് വഹദാനിയത്ത് ചെന്ത് വകബ്ബറഹു പിന്നെ അള്ളാഹുരെ മഹത്വപ്പെടുത്തിയിട്ട് പിന്നെ ചെന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. ഇത് 3 വട്ട ദ്വാരക്കണം സഫൽ വെച്ചിട്ട്. ഇടയിൽ 2 വട്ട ഇത് ഈ ദിക്ർ 3 വട്ട ചൊല്ലുമ്പോൾ ഇടയിൽ 2 വട്ട അള്ളാഹുരൊട്ടുകു കിബ്ലക്ക് ഫേസ് ആക്കിയിട്ട് ഞങ്ങൾ ദ്വാരക്കണം. എത്ര വട്ട ദിക്ർ ചൊല്ലണു? 3 വട്ട. ദുആ എത്ര വട്ട? 2 വട്ട. ഞങ്ങൾ തവാഫ് സ്റ്റാർട്ടാക്കറ സഫൽ നിന്ത് ഫസ്റ്റ് തവാഫ് മറുവത്തിക്ക് എത്തുമ്പോൾ ഒരു തവാഫ് തീന്ത് പാടെ മറുവത്തിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയിട്ട് സഫക്ക് എത്തുമ്പോഴത്തേക്ക് 2ാമത്തെ തവാഫ് തീന്ത്. ഇങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് തവാഫ് ഉണ്ടാവോ മറുവലൈറ്റിക്ക് തവാഫിന്റെ ഇടയിൽ സൈ തവാഫല്ല സൈ സഫാരി മറുവര ഇടയിൽ സൈ ആക്കറോ തവാഫ് ആക്കറ് കാബരൈറ്റിക്കറ്. അപ്പം സഫാറ് പിന്നെ മറുവര ഇടയിൽ സൈ ആക്കുമ്പോഴത്തേക്ക് ഇടയിൽ എന്തു വേണം ദ്വാരക്കാം. ദുആ ഇവിടെ സ്പെഷ്യൽ ദുആ ഉള്ളത് ഇവിടെ ചെന്നത് മാത്രം. ഇതിക്ക് മുന്നെല്ലാം അങ്ങ് കാട്ടിയില്ലേ? അപ്പം ഈ ദുആ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളത്. ബാക്കി എന്തു വേണം ഖുർആൻ ഓതാ, പിന്നെ ദിക്ർ ചൊല്ല, അല്ലെങ്കിൽ ദ്വാരക്ക ആ ഇടയിൽ. പിന്നെ ഇടയിൽ ഒരു ജാഗ ലാസ്റ്റ് പോയിന്റ് ഉണ്ടാക്കറേ ഇടയിൽ ഒരു ജാഗയിൽ നോക്കുമല്ലോ ലൈറ്റ് കാണാൻ എനിക്ക് ഗ്രീൻ ലൈറ്റ് കാണാ. ആ ഗ്രീൻ ലൈറ്റ് സ്റ്റാർട്ടായിട്ട് ഒരു ജാഗയിൽ
நீங்கள் துவாரக்கும் இது ஓடணும் தெரியல ஓடணும் ஆறு ஓடணும் ஆணிங்க மாத்திர பெண்ணிங்க ஓடவும் இல்லை പുണ്യകർമ്മ തിക്കറ് ആക്കുകയത്ത് സിദ്ധത നടത്തിയോണ്ടുള്ളത് പണ്ട് തിങ്കൾ 5 6 അല്ല പോണ്ടെങ്കുള്ളാറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ അജ്റോ മക്ബൂലും മബ്റൂറുമായിട്ട് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ ഹജ്ജിക്ക് പോകും ആശ വെച്ചോണ്ടുള്ള എത്രമാറുള്ളാറ് പോകായിട്ടില്ല ദൈഹികമായിട്ട് ഉഷാറുള്ള ആർത്ഥികമായിട്ട് കഷ്ടത്തിലുള്ളാർ ആർത്ഥികമായിട്ട് ഉഷാറുള്ള ദൈഹികമായിട്ട് കഷ്ടത്തിലുള്ളാർ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും ഫിസിക്കലായിട്ടും അതേപോലെ ഫൈനാൻഷ്യലായിട്ടും ഹജ്ജ് ഉംറലാക്കുക ആവതാക്കി തൗഫീക്ക് തന്താണ് അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ 1-2 സഹോദരന്മാർ അവർ ബിസിയെ നെനപ്പാക്കിയാർ ജസാക്കല്ലാഹു ഖൈർ എന്തിനു വെച്ചെന്നെങ്കിൽ സഹോദരന്മാർ മാത്രമല്ല സഹോദരിമാരും ഞങ്ങളെല്ലാവരും യാറത്തെ ഇന്ത്യത്തോ ഹജ്ജിക്ക് പോകണ്ടെങ്കിൽ മദീനത്തേക്ക് പോയിട്ട് പോകണ്ടോ അല്ലേ അപ്പോൾ മദീനത്ത് നിങ്ങളെ ബുക്കിലു നിങ്ങളെ കിതാബിലു 17 നമ്പർ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ചെല്ലുടെ നിങ്ങൾ നോക്കുമ്പോൾ ക്ലിയർ ആവും മദീനത്ത് പോയിട്ട് ദച്ചിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പള്ളിയിലെ സിയാറത്താക്കിയിട്ട് ഞങ്ങൾ മദീനത്ത് പോയിട്ട് പള്ളി സിയാറത്താക്കിയെങ്കിൽ അവിടെ മസ്ജിദ് കുബാൻ്റെ ഒരു പള്ളിയുണ്ട് നിയറസ്റ്റ് മുട്ടമേ അവിടെ പോയിട്ട് ഞങ്ങൾ ആ പള്ളിയിൽ വിസിറ്റാക്കിയിട്ട് നിസ്കരിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉംറ കൂലിയുണ്ട് അപ്പോൾ ആറ് മദീനത്തേക്ക് പോയാറ് അങ്ങ് മസ്ജിദ് കുബ വിസിറ്റ് ആക്കുക ആറ് മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ടൂറിലാ അല്ലെങ്കിൽ കമ്മിറ്റിയിലാ ഗവൺമെൻറ് ഇതിൽ പോകണ്ട ഇതിൽ പോയെങ്കിലും ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം അവിടെ ഉള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസ് എല്ലാം വിസിറ്റ് ആക്കാം അവിടെ ഇടീ ടൈം ഉണ്ടെങ്കിൽ ഇബാദത്തിലേക്കോണം അതൊന്നും ആരും മറന്നിരണ്ട ലൈഫിൽ ഓർക്കാൻ ഞങ്ങൾക്ക് ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ഉംറ ഒട്ടുകാക്കുള്ള ഒരു അവകാശം കിട്ടും അതിൽ വ്യർത്ഥാക്കിയിട്ട അപ്പോൾ ഞങ്ങൾ അവിടെ 10 നാൾ ദയിക്കറ മദീനത്തിൽ അല്ലേ 10 നാളല്ലേ യാറക്കുറോടി തെല്ല 8 നാളോ യാറക്കുറോടിക്കും അപ്പോൾ അവിടുത്തെ ഞങ്ങൾ വിസിറ്റാക്കിയിട്ട് അവിടുത്തെ മക്കത്തെല്ലാ മദീനത്തെ എല്ലാ കാര്യം തീർന്നിട്ട് ഞങ്ങൾ ബറുമ്പത്ത് ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യത്തോ ഇഹ്റാം കെട്ടി പോകണില്ല ഇഹ്റാമിൻ്റെ തുണി കൊടുത്തിട്ട് പോകണില്ല ഞങ്ങൾ നോർമൽ ഡ്രസ്സിലേ പോകണ്ടോ മദീനത്ത് പോകണ്ടങ്ങ മദീനത്ത് പോയിട്ട് അവിടുത്തെ കാര്യമെല്ലാം തീർന്ന പിന്നെ 10 നാളാ 8 നാളാ 12 നാളാ എത്ര നാളായെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ബറുമ്പത്ത് അവിടെ ഒരു മീക്കാത്ത് കിട്ടും മക്കത്തിൽ നിന്ന് 450 കിലോമീറ്റർ ഉണ്ട് 450 കിലോമീറ്റർ മക്കത്തിൽ നിന്ന് 450 കിലോമീറ്റർ ആ മീക്കാത്ത് കൊണ്ടു അവിടെ പോയി തെറ്റിക്കൊണ്ടെങ്കിൽ മീക്കാത്ത് പ്രവേശിക്കേണ്ടത് ഇപ്പം ക്ലിയർ ആയി തലവിസ്യ ഡൗട്ടൊന്നും ഇല്ലല്ലേ കൺഫ്യൂഷൻ ആക്കിയിരണ്ട നഗ മദീനത്തിൽ നിന്ന് വരുമ്പോൾ ആ ജാഗര പേര് ദുൽ ഹുലൈഫ ഇരിക്കും ദുൽ ഹുലൈഫ ആ ജാഗര പേര് ദുൽ ഹുലൈഫ എന്ന് ചെല്ലുന്ന ജാഗ അതേ തിക്കറ് മദീനത്തിൽ നിന്ന് ആസയിൽ നിന്ന് ബണ്ടക്ക് മീക്കാത്ത് ഇഹ്റാമുക്ക് പ്രവേശിക്കുമ്പോൾ മീക്കാത്തിലേ ആവണോ വേറെ ജാഗൽ ഇഹ്റാമുക്ക് പ്രവേശിക്കാവില്ല ഞങ്ങൾ ജസ്റ്റ് 2 മുണ്ട് കൊടുത്തു ഇഹ്റാം പ്രവേശിക്കില്ല ഞങ്ങൾ എപ്പോൾ നീയത്ത് ബീക്കറ അപ്പം ഈ തിക്കറ് ഇഹ്റാം പ്രവേശം ആവരുത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുളിക്കുള്ള വ്യവസ്ഥ ഉണ്ട് നിസ്കരിക്കുക പള്ളി ഉണ്ട് ഏതെങ്കിലും ഫർദ് നിസ്കാരത്തെ ടൈം ഉണ്ടായെങ്കിൽ നിസ്കരിക്കുക അല്ല പള്ളി കഴിഞ്ഞിട്ടായെങ്കിൽ തഹിയത്തുൽ മസ്ജിദ് നിസ്കരിക്കുക അതല്ലാണ്ട് ഇഹ്റാമു കയത്ത് ജൻറക്കാത് സുന്നത്തില്ല ഇഹ്റാമുക്ക് പ്രവേശിച്ചത് കൊണ്ടുത്തു ജൻറക്കാത് സുന്നത്തിന് കൊരയാൾ നിസ്കരിക്കാറ് അതില്ല അതേപോലെ മീക്കാത്തിൽ നിങ്ങൾക്ക് കൊരയാളന്മാർ ബുക്കെല്ലാം സേലാക്കാറ് തവാഫിലെ ബുക്ക് ഒന്നാമത്തെ തവാഫിൽ എന്തിനു ചെല്ലണു രണ്ടാമത്തെ തവാഫിൽ എന്തിനു ചെല്ലണു
മൂന്നാമത്തെ തവാഫിൽ എന്തിനു ചൊല്ലണു, ഫസ്റ്റ് സൈൽ എന്തിനു ചൊല്ലണു, രണ്ടാമത്തെ സൈൽ എന്തിനു ചൊല്ലണു ഉണ്ടല്ല മീക്കാത്തുൽ മിക്റാറ്, മക്കത്തുൽ മിക്റാറ്, ഔടോട് ബിത്തോട് ഇക്റാറ്. ആ ബുക്ക് ഏത് പർച്ചേസ് ആക്കാൻ പോകണ്ട, നിങ്ങൾ ഊർത്തോ. ഇപ്പം ഞങ്ങൾ ഇത് ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെഡിയാക്കിയ ബുക്കായിട്ടിരിക്കുന്നത്. ഇതിൽ പരിപൂർണമായ ഹജ്ജും ഉംറയുടെ രീതി രൂപ നിങ്ങൾക്ക് വിവരണമാക്കി തന്നത് സൗദിയിലുള്ള ഷെയ്ഖന്മാർ എഴുതിയ പോലത്തെ കിതാബായിട്ടിരിക്കുന്നത്. ഇത് സാലിഹൽ ഇബ്ൻ അബ്ദുൽ അസീസ് ഇബ്ൻ സാലി മുഹമ്മദ് ആലി ഷെയ്ഖ്, പിന്നെ മുഹമ്മദ് ഇബ്ൻ സാലി അൽ ഉസൈമീൻ ഇങ്ങനെല്ലാം എഴുതിയ പോലത്തെ ബുക്കിനെ കന്നഡത്തേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ആക്കിയതായിട്ടിരിക്കും. അപ്പോൾ അവിടുത്തെ എത്തിക്കൊണ്ടാണ് മീക്കാത്തേക്ക് പ്രവേശിക്കേണ്ടത്. ആ ജാഗര പേരെന്തോ മറന്നിട്ടാ, ദുൽ ഹുലൈഫ. പിന്നെ അവിടെ ഇപ്പം അബിയാർ അലിൻ്റെ പേരുണ്ട്. എന്തൊരു പേരുണ്ട്? അബിയാർ അലിൻ്റെ. മുന്നോട്ട് ദുൽ ഹുലൈഫ ചെന്ന് പറയുന്നാർ, ഇപ്പം അബിയാർ അലിൻ്റെ ചെല്ലാർ. അപ്പം 450 കിലോമീറ്റർ. പിന്നെ അതേപോലെ അൽ ജുഹഫാൻട്ടുണ്ട്. അത് മദീനത്ത് ബണ്ടങ്കല്ല, ഷാം, സിറിയ, മൊറോക്കോ, ഈജിപ്റ്റ് ആ ഭാഗത്തിൽ നിന്ന് ബണ്ടങ്കുള്ള മീക്കാത്ത ടിക്കറ് അത് അൽ ജുഹഫ. അത് മക്കത്തിൽ നിന്ന് 183 കിലോമീറ്റർ ഉണ്ട്. പിന്നൊരു മീക്കാത്ത ടിക്കർ കർണുൽ മനാസിൽ, നജിദ്, റിയാദിൽ നിന്ന് പിന്നെ ആ തെരുമൈത്ത് ബണ്ടങ്ക് അത് മക്കത്തിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ മീക്കാത്ത്. ഏത് മീക്കാത്തിൽ നിന്ന് നിർണയിച്ചിറ ഫഹുന്ന ലഹുന്ന വലിമൻ അത അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന മിമ്മൻ അറാദൽ ഹജ്ജ വൽ ഉംറ. ഏത് സൈഡിൽ നിന്ന് ഏതാളന്മാർക്ക് മീക്കാത്ത് നിശ്ചയിച്ചത് അവിടമേ മീക്കാത്ത് ഇഹ്റാമക്ക് പ്രവേശിക്കണു. വേറെ ജാഗയിൽ ഇഹ്റാം പ്രവേശിക്കാവില്ല. അപ്പോൾ അതേ തിക്കറ് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിത്തല്ലേ? കൺഫ്യൂഷൻ ചെയ്യുന്നത് പാടി ഇപ്പോൾ ക്ലിയർ ആയിത്തല്ലേ? ആ ഓക്കെ. നെക്സ്റ്റ് ഇപ്പം നിങ്ങൾ കാബര ഫോട്ടോ കാടുന്നത് ഇതായി തിക്കറ് ഹജ്ജുൽ അസ്വദ് ഊഴ്ത്തോ ഞങ്ങൾ തവാഫ് സ്റ്റാർട്ടാക്കറു. ഊട് ഒന്നാമത്തെ മൂല, ഊടകത്തും എത്രാമത്തെ മൂല? രണ്ടാമത്തെ മൂല. അതിൻ്റെ ബാക്കിൽ മൂന്നാമത്തെ മൂല ഉണ്ട്. ഈ ഹജ്ജുൽ അസ്വദിൻ്റെ ബാക്കിൽ മുട്ട ഉള്ളത് റുക്കുനുൽ യമാനി. അപ്പോൾ ഈ ഊർത്ത് സ്റ്റാർട്ടാക്കി റിട്ടേൺ ഊടക പറമ്പത്തേക്ക് എത്ര ಐತಿ? ഒരു തവാഫ് ಐತಿ. അന്ന് പാടി വരണാക്കിയത് ഇത് മക്കാം ഇബ്രാഹിം ആയിട്ടിക്കറ്, ഇത് ഹിജിർ ഇസ്മായിൽ ആയിട്ടിക്കറ്. ഹിജിറിൽ ഇസ്മായിൽ ഉൽഗത്തെ തവാഫ് ആക്കണമല്ലേ? ഉൽഗത്തല്ലേ? ആ പർത്തരാക്കണം. ആ അപ്പം നെനപ്പുണ്ടാന്ന് നോക്കി മാത്രം. അപ്പോൾ അതൈത്തിക്കറ് തവാഫിലെ ರೀತಿನಾಗ അവിടെ മക്കത്തിൽ വീഡിയോ എല്ലാം കണ്ടെങ്കിൽ ഒന്ന് ಅವ್ರು ಹೆಂಗನ ಹಾಕ್ರೆ ചെന്നിട്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഇത് ആ വീഡിയോ പ്ലേ ആக்கிறேன் நான். இது ಎಂಟ್ರಾವರು ಎಂಟ್ರಿಂಗ್ ಟು ಸಫಾ ಹಜ್ರತ್ ಅಲಿ ಗೇಟಲ್ಲಿ ಸಫಾಗೆ ಎಂಟ್ರಾಯರ್ ಬವಾಬ ಅಲಿ ಗೇಟ್. ఇది సఫా గుడ్ ఐటీకి రావాలి. ఇదెల్లా ಅದಕ್ಕೆ ಆಳಮಾರು ಓಡ್ರಲ್ಲ ಪಚ್ಚ ಲೈಟೋட ಓಡ್ರ ಐಟಿಕ್ರು ಸಾಯಿ ಹಾಕರು ಎಲ್ಲ എ സി ഉണ്ട്. പണ്ടത്തെ കാലത്ത് ലാൽച്ചൻ ആക്കുമല്ല, നബീര കാലത്തിൽ സ്വഹാബാക്കന്മാരുടെ കാലത്ത് എത്ര ബെച്ചത്തിലില്ല തവാഫാക്കിരേ ഹജ്ജാക്കിരോ. ഇപ്പോൾ എവിടെയെല്ലാം എനിക്ക് എ സി ഉണ്ട്. മീനൽ മുന്നോട് കൂളർ ഇന്നല്ലേ, ഇപ്പോൾ എ സി. ഇപ്പം നിങ്ങൾക്ക് മക്കത്തിൽ ഇത് അറഫൽ നിന്ന് മുസ്ദലിഫക്ക് പോകൂ മെട്രോ ട്രെയിൻ ഉണ്ട്, റിട്ടേൺ ബറകുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഇത് സഫ പർവ്വത. ഇത് ഗ്ലാസ്സിലിട്ട് ബന്ധിക്കാറ്. അത് മേൽകല 10 പോരണ്ട, പർത്തിൽ നിന്നേ തവാഫാക്കി ജസ്റ്റ് ಹಿಂಗೆ നോക്കുകയല്ല നോക്കാം. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലേ, ഞങ്ങൾ ലൈഫിലൂർക്ക പോകിട്ടോ
അപ്പോൾ അതെല്ലാം നോക്കുന്നത് പ്രോബ്ലം ഇല്ല. നിങ്ങൾ എത്ര അവിടെ നിൽക്കാറ് നിങ്ങൾ തവാഫ് ലേറ്റ് ആവും, സൈ ലേറ്റ് ആവും. എത്ര നേരം നിങ്ങൾ നിൽക്കാറ് അവിടെ, അത് നോക്കിയിട്ട് ഇത് നോക്കിയിട്ടാകുമ്പത്ത് ലേറ്റ് ആവും. ಇದೈತಿಗೆ ಸೈ ಸ್ಟಾರ್ಟಿಂಗ್ ಪಾಯಿಂಟ್ ಊಡ್ತೋ ಸೈ ಸ್ಟಾರ್ಟ್ ಹಾಕರು ಅಂದೈತಾ. ಊಡ್ತ ഇവിടെ എഴുതിരല്ല ഈ ജാഗർ ഊടെ സഫ പർവ്വത ഇതിൽ ഇപ്പുറത്തുണ്ട്, അവിടുത്തെ ഇങ്ങനെ സ്റ്റാർട്ട് ആക്കರು. തെല്ല ഹൈറ്റ് ഉണ്ട്, ഇങ്ങനെ പത്തിയിട്ട് അവിടെ ഒരു വലിയൊരു പില്ലറുണ്ട്, അതിൽ അറൗണ്ട് അതിൽ ഇപ്പുറത്തിൽ ഇങ്ങനെ ಬಂದಂಗೆ ಇತ್ತು. അവിടെ പച്ച ലൈറ്റ് കാണ്ട ദൂരത്തിൽ ഇത് കാണ്ടല്ലേ, ആ ജാഗല എത്തിക്കോണു ഓടേണ്ടതാണിങ്ങ. നോക്കോ ഓടിയുണ്ടുള്ളാർ. ചെറിയ മക്കളെല്ലാം ഉണ്ടെങ്കിൽ, ഫാമിലി എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ മിസ്സാവാറ്, ജാഗ്രതയിൽ ഓടണം. ഇവിടെ ഇപ്പം നിങ്ങൾ സഹിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫർദ് നിസ്കാരത്തെ ടൈം ആയിത്ത്, ഇക്കാമത്ത് വിളിച്ചിത്ത് എന്തിനാക്കണോ അവിടമേ എല്ലാവരും സഫാക്കറാറ് നിസ്കരിക്കണം. ഫർദ് നിസ്കാരത്ത് ടൈമിൽ തവാഫ് സ്റ്റോപ്പ് ആക്കറാറ്. ഇപ്പം കണ്ടിന്യൂ ആക്കിയിട്ട് നിസ്കരിച്ച പിന്നെ കണ്ടിന്യൂ. തറാവി നിസ്കാരത്തെ ടൈമിൽ തവാഫ് എന്തില്ല ബന്ദില്ല, അത് പള്ളിയിലായിട്ട് നിസ്കരിക്കണം, കാബര മുട്ടല്ല. അതേപോലെ തവാഫ് റൈഡിൽ അതിപ്പോൾ സബ്ജക്റ്റ് പണ്ടേ. അപ്പോൾ ഈ സായി എണ്ടവർ എവിടെ സഫലിൽ നിന്ന് തുടങ്ങിയത് 7ാമത്തെ സൈ എണ്ടവർ മറുവൽ വെച്ചിട്ട്, മറുവലായതോടു കൂടി 7 സയ്യിദ് ഇന്ത് സഫറെ മറുവത്ത് 1, മറുവത്തെ സഫക്ക് 2, വാപ്പസ് റിട്ടേൺ 3, അങ്ങനെ 7ാമത്തെ സൈ തീരോ മറുവൽ വെച്ചിട്ട്. പിന്നെ അതിൽ പിന്നെ ഞങ്ങൾ മുടിയെടുക്കണം. ആണിങ്ങ ബോൽമണ്ടാക്കുന്നത് ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടത്തെ ദുആ കിട്ടിയിരുന്നു. റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ വ മുഖസ്സിൻ യാ റസൂലല്ലാഹ്. സഹാബാക്കന്മാർ കേട്ടാർ, മുടി കട്ടാക്കിയങ്ങളെ അവസ്ഥ എന്തോ അങ്കില്ലേ ദുആ. ആണ് കേട്ട 3 വട്ടയും നബി മുടി ബോൽമാണ്ട ബോളിസിയങ്ങ ഉള്ളാറല്ല അങ്കേ ദുവായിരുന്നു. 4ാമത്തെ വട്ടം ഒരു ദുവാ മുടി കട്ടാക്കിയേക്കൊണ്ട്. മുടി കെട്ടാക്കുമ്പോൾ അതെങ്ങനെ ഒരു റിയാളുടെ മുടിയല്ല, ഒരു റിയാൾ തന്നിട്ട് ഇവിടുത്തെ കട്ടാക്കറ് അതല്ല, ഇടീ തലര കട്ടാക്കണം. ആണിങ്ങ കട്ടാക്കറെങ്കിൽ അഫ്ലൽ ബെസ്റ്റ് ബോൾമെൻ്റ് ആക്കറത് കട്ടാക്കറേണ്ടായെങ്കിൽ ഇടീ തലര കട്ടാക്കണം. അപ്പോൾ 3 വട്ടത്തെ ദുവാ വേണമല്ലേ. എന്നെ ലേഡീസ് പെണ്ണിങ്ങ ഒരു ബെരലെത്തരുണ്ട് ഇത്ര ഉദ്ധത്തിൽ കട്ടാക്കി ഇത്ത് പെണ്ണിങ്ങ ഇടി കട്ടാക്കോ ഇല്ല, ബോൾമെൻ്റാക്കോ ഇല്ല. ആണിങ്ങ മാത്രമേ ഇത്തിക്ക് ബോൾമെൻ്റാക്കുള്ളത്. പിന്നെ ഇപ്പം മൊബൈൽ ഹെയർ കട്ടിങ് വന്നത് ലേറ്റസ്റ്റ്. അവിടെ ഗാഡി വെച്ചിട്ട് ഹെയർ കട്ടിങ് സലൂണുണ്ട്. കഷ്ടമില്ല സുലഭമായിട്ടുണ്ട്. മുന്നത്തെ പോലത്തെ അജ്ജയല്ല ഇപ്പം, ഭാരി ഈസി ഉണ്ട്. നടക്കുന്നതുക്ക് മെട്രോ ഉണ്ട്, അവിടെ സലൂണുണ്ട്. അപ്പോൾ ഏതായിട്ട് അവിടെ നോക്കോ ജണ്ടാൽ മുടിയെടുത്താനുള്ളാർ. ഹൈല് നിഫാസുള്ള പെണ്ണിങ്ങ സഹിയാക്ക എന്തിനാക്കോ തീരാ തവാഫാക്കോ ഇല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞൈ ആയിഷ റളിയല്ലാഹു അൻഹ അയിമക്ക് എല്ലാ അജ്ജെല്ല തീന്ന പിന്നെ അയിമ കരഞ്ഞോണ്ടുണ്ട് പുൽപ്പിട്ടോണ്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എടുത്ത് എന്താ നീ പുൽപ്പിട്ടോണ്ടല്ലേ കരഞ്ഞോണ്ടുള്ള എന്ത്? നിങ്ങൾക്കെല്ലാവർക്കും ഹജ്ജ് ഉംറ കിട്ടിയത്, നക്ക് ഹജ്ജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചെന്ന കൈമക്ക് പറയുമ്പോഴത്തേക്ക് പീരീഡ് ആയിട്ട് അപ്പം അതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹുവിൻ്റെ ബ്രദർ സഹോദര അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിനോട്ട് ചെന്ന് നീ നിൻ്റെ സഹോദരെ തൻഈമ് കൂട്ടിയോണ്ട് പോയിട്ട് അവിടെ ഇഹ്റാം കേട്ട് പാട്ടിത്ത് കൂട്ടിയോണ്ട് പറഞ്ഞു. അങ്ങനെ അയിമ എന്താക്കിത്ത് ഉംറാക്കിത്ത്, അതായത് ഇത് തവാഫാക്കിത്ത്. അപ്പം അതിനെ ഇപ്പോഴത്തെ ആളന്മാർ ദുരുപയോഗപ്പെടുത്തുറാറ്. ഒരു സഫറിൽ ഉമ്മകൊരു ഉംറ, ബാപ്പകൊരു ഉംറ, കുഞ്ഞപ്പകൊരു ഉംറ, 10 ഉംറ ഒരു സഫറിൽ. അല്ല 10 15 ഫോണാക്കിച്ചല്ലേ. കുഞ്ഞപ്പ നിൽക്കനാണ് ഉംറാക്കിയേ, ബാപ്പ നിൽക്കനാണ് ഉംറാക്കിയേ. ഒരു സഫറിൽ ഒരേ ഉംറ. ഹജ്ജാക്ക ഉറജണ്ട്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ രണ്ടാമത്തെ ഉംറാക്ക കൊന്തുണ്ട, ഞങ്ങ മദീനത്തേക്ക് വിസിറ്റാക്കി റിട്ടേൺ ഞങ്ങ മക്കത്തേക്ക് ബണ്ടേണ്ടായെങ്കിൽ ആ മീക്കാത്തിൽ ഇഹ്റാം കെട്ടിത്ത് ഞങ്ങൾ ഇനൊരു ഉംറാക്കണം. അതല്ലാണ്ട് ആയിഷ റളിയല്ലാഹുവിൻ്റെ പോലത്തെ സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ എന്താക്കുക പെൻഡിങ് ആക്കി അങ്ക ഇഹ്റാമിക്ക് പ്രവേശിച്ചിട്ട് വന്നിട്ട് ഉംറാക്ക. അതല്ലാണ്ട് എല്ലാവർക്കും വേണ്ടത്ര ഉംറാക്കില്ല. അപ്പം അതും ഈ സമയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുക. പിന്നെ തവാഫ് വുദു കഡായായിട്ട് വുദു പോയെങ്കിൽ എന്താവില്ല, തവാഫ് ശരിയാവില്ല. അപ്പം നിങ്ങൾക്ക് 5 തവാഫായിട്ട് 5 തവാഫാകുമ്പോഴത്തേക്ക് മധ്യത്തിൽ അജറുൽ അസ്വദ് സാനിട്ടാക്കി കയറി മർക്കുൽ യമാനി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്ന് മുറിഞ്ഞിത്ത് പാടെ പോയിട്ട് ഒന്ന് എടുത്തിട്ട് അജറുൽ അസ്വദിനെ റീസ്റ്റാർട്ട് ആക്കും. സ്റ്റാർട്ടാക്കറല്ല അത് പാട് സൈഡ് വിഷയമൊന്നുമില്ല. അതേപോലെ കുറേ പണ്ഡിതന്മാർ ചെല്ലാറ് അവന് 1.5 മേത്തോണം കൊണ്ടുണ്ട്. ആയെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയും ചെല്ല പണ്ഡിതന്മാരുള്ളാറ് 4 ആയെങ്കിൽ 5-മത്തെ സ്റ്റാർട്ടാക്കി 4-മത്തത് പാതിൽ കെട്ടെങ്കിൽ 4-മത്തത് സ്റ്റാർട്ടാക്കി 4-മത്തെ സുറൂത്ത് സ്റ്റാർട്ടാക്കണം. മിഡിലെ കട്ടായി കൊടുത്ത് സ്റ്റാർട്ടാക്കറല്ല. പിന്നെ ആണിങ്ങ ഇനൊരു ബിസിയൂടെ അർത്ഥാക്കണു. എന്തിനു ചെന്നെങ്കിൽ ആണിങ്ങ തല പോലീസൊന്നും ചെന്നില്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പം പോലീസ് അതൊന്നറിയില്ല ചെന്നെങ്കിൽ നിയർ ഇപ്പം തമത്തു അജ്ജാക്കിറങ്ങ എന്താക്കാറ്, അല്ലെങ്കിൽ തമത്തു അജ്ജാക്കിറങ്ങ ഒരു 4 മണികൾ പോയിരാ. എവിടേക്ക് ഹജ്ജാക്കും 4 മണികൾ 3-4 മണികൾ പോയിരാ. ഏതൊക്കെ മുന്നോളൂ, ദുൽഹിജ്ജ് 8ക്ക് മുന്നോളൂ. ദുൽഹിജ്ജ് 8ക്ക് ഹജ്ജിൻ്റെ കർമ്മ സ്റ്റാർട്ടാവുറോ. ഓണം ദുൽഹിജ്ജ് 4ക്ക് പോയിരാ, അല്ലെങ്കിൽ 5ക്ക് പോയിരാ. എവിടേക്ക് ഹജ്ജാക്കും. ആ ടൈമിൽ ഓണു ബോൽമണ്ടാക്കിയെങ്കിൽ പിന്നെ ഹജ്ജിൻ്റെ ടൈമിൽ എന്ത് കിട്ടല്ലോ ഓണക്ക് മുടിക്കല്ലേ. ഹജ്ജിലെല്ലാം തീർന്ന പിന്നെ ഓപ്പാസ് മുടിയെടുക്കണമല്ലോ ഓൺ. അപ്പോൾ അത് ചെറിയാക്കിയെങ്കിൽ ഹയർ പിന്നത്തെ ഇതിലെന്താക്കാം ഫുള്ള് ബോൽമണ്ടാക്കുക. അല്ല ബണ്ട് പോലെ ലോങ് ടൈം ഉണ്ടോ. ഇപ്പം നിങ്ങൾ 1.5 തിങ്കൾ മുന്നേ പോണ്ടാറ്. അപ്പം നിങ്ങൾക്ക് എന്താക്കുക ഹജ്ജ് ഉംറാക്കിയ സ്ഥലത്ത് ഫുള്ള് ബോൽമണ്ടാക്കുക. അതായിട്ട് അഫ്ളർ. അപ്പോൾ ഇവിടെ എന്തായിട്ട് ഉംറ ഫിനിഷ്, ഉംറ എൻഡായിട്ട്. ಏನು ദുൽഹജ്ജ് 8 ഫസ്റ്റ് ഡേ ഓഫ് ഹജ്ജ് യൗമു തർവിയ ಅಂತ പേരുണ്ടത്. എന്തൊരു പേര്? യൗമു തർവിയ. അണ്ട് എവിടെ നിങ്ങൾ സ്റ്റേ ആയിട്ടുള്ളാറ് റൂമിലാ എവിടെ ഉള്ളാറ് അവിടുത്തെ നിങ്ങൾ തുടങ്ങണം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ ചെന്നിട്ട് നിയത്താക്കിയിട്ട് ഞങ്ങൾ ദുൽഹജ്ജ് 8 അണ്ട് അവിടുത്തെ തുടങ്ങണം. എവിടുത്തെ ഞങ്ങളുള്ള റൂമിൽ അവിടുത്തെ ഇഹ്റാം പ്രവേശിക്കണം. ഇഹ്റാം റത്തുവിന് അത്രത്തോളം നിങ്ങൾ ഉംറല്ലായിട്ട് നിങ്ങൾ തഹലുലയർ ഉംറായതോട് കൂടെ നിങ്ങൾക്ക് പിന്നെയും 1 തിങ്കള ടൈമുണ്ട്. അപ്പം നിങ്ങൾ ഉംറത്തിൽ ഇഹ്റാമിൽ തഹലുലയർ നിങ്ങൾക്ക് ഏത് ഡ്രസ്സും ഇടാം.
നിങ്ങൾക്ക് ഇഹ്റാമുൽ ഹറാമായതെല്ലാം ഹലാലൈത്ത്. ഇനി നിങ്ങൾക്ക് ഹറാമാവരെപ്പോൾ കൊത്തുണ്ട? ദുൽഹജ്ജ് 8 ഹജ്ജിക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഇഹ്റാം പ്രവേശിക്കാറല്ല നിങ്ങൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ ചെന്ന് തുടങ്ങുമ്പോൾ അതോടുകൂടെ നിങ്ങൾക്ക് എനിക്കൊരു കാര്യമെല്ലാം ഹറാമായിട്ടിരിക്കും. അണ്ടിനക ദുൽഹജ്ജ് 8 സീത ഇഹ്റാമുക്ക് പ്രവേശിച്ച് മീനക്ക് പോകണു. ഇതേത്തിക്ക് മീനൊരു ടെൻറ്റ്. ഇത് ಮೀನಾರೆ ಟೆಂಟ್ ಐತಿ ನೋಕೋರು ಇങ്ങനെ ಟೆಂಟ್ ಉಂಡು. ಟೆಂಟ್ರ ಉಲ್ಗತ್ತ ಭಾಗ ಎಲ್ಲ ಕಾಡಿತಿಲ್ಲ. ഫസ്റ്റ് ഡേ ഓഫ് ഹജ്ജ് ദുൽഹിജ്ജ 8 എന്തിലെല്ലാം സൊറാക്കുണ്ട് അവിടെ. നിങ്ങൾ തമത്തു ഹജ്ജാക്കിற ആളുണ്ടായെങ്കിൽ നിങ്ങൾ നീയത്ത് വയ്ക്കണം. അവിടെ ചെന്നില്ലേ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ ചെന്നിട്ട് ഫജിറിന് പിന്നെ നിങ്ങൾ ഇഹ്റാമുക്ക് പ്രവേശിക്കണം. അതിന് പിന്നെ നിങ്ങൾ മീക്കാത്തിലുണ്ടായെങ്കിൽ മീക്കാത്ത് തഹിയത്തുൽ മസ്ജിദ് അല്ല ഫർദ് നിസ്കാരം ഏതും ടൈം ആയിട്ടുണ്ടെങ്കിൽ അവിടെ ആ നിസ്കാരം നിസ്കരിച്ചിട്ട് അവിടുത്തെ നിങ്ങൾ സീത മക്കത്ത് വിടണം. പിന്നെ തവാഫ് ഇത് നിങ്ങൾ തമത്തു ഹജ്ജ് അല്ലാണ്ട് ആയിട്ടുണ്ട് ഇഫ്രാദ അല്ലെങ്കിൽ കിറാൻ ഹജ്ജാക്കിറേട്ടായെങ്കിൽ തവാഫ് ആക്കണം കാബക്ക് പോയിട്ട്. ഏത് ഹജ്ജാക്കിറെങ്കിൽ ഇഫ്രാദ് അല്ലെങ്കിൽ കിറാൻ ഹജ്ജ് ആക്കിറെങ്കിൽ ഇഫ്രാദ് ചെന്നെങ്കിൽ ഹജ്ജ് മാത്രം ഉംറയില്ല. കിറാൻ ചെന്നെങ്കിൽ ഹജ്ജും ഉംറയും ഒട്ടുകയാക്കറോ മാത്രം നടുവ് തഹല്ലുലാവുകയില്ല. അപ്പം തമത്തു ഹജ്ജ് അല്ലാത്തങ്ങ് തവാഫാക്ക് പോകണു. ദുൽഹജ്ജ് 8 അല്ലാത്തങ്ങ് സീത മീനക്ക് പോകണ്ടു. മീനക്ക് പോയിട്ട് ഞങ്ങൾ എന്താക്കണോ അവിടെ ലോഹർക്ക് മുന്നിൽ പോയിട്ട് എത്തണം. ഞങ്ങൾ ഉറങ്ങിയിട്ട് അവിടെ കൂടെ ചുറ്റിയിട്ട് മക്കത്ത് പോയിരല്ല അവിടെ ഇടിയോ ചുറ്റിയിട്ട് ടൈം വേസ്റ്റ് ആക്കണത്. അത് മുന്നിൽ തീർക്കോരെല്ലാം ദുൽഹജ്ജിക്ക് മുന്നിലെല്ലാം കംപ്ലീറ്റ് ആക്കോറും. ദുൽഹജ്ജ് 8 നിങ്ങൾ ഹജ്ജിക്ക് പ്രവേശിക്ക് പോകണ്ട. നിങ്ങളെ ലൈഫിൽ ഓർക്ക നിങ്ങൾ ആക്കറ ഹജ്ജ് അൽ ഹജ്ജു അറഫാണ്ട് നബി ചെന്നര് ഏന് ബറക്ക് പോകണ്ട അറഫ. പിന്നെ മീനലിടിങ്ങ ജാവു തങ്കണു. ലോഹറും അസറും മഗ്രിബും ഇഷ അവിടെ നിസ്കരിക്കണം. അതായത് ടൈമിൽ കസറാക്കിത്ത് ജമ്മാക്കോ ഇല്ല. പിന്നെ അതിലൊട്ടുകു തൽബിയത്ത് ചെന്നുകൊണ്ടേ കൊണ്ടുപോകുമ്പത്തേക്ക് മക്കത്തിൽ നിന്ന് ദുൽഹജ്ജ് 8 മക്കത്തിൽ നിന്ന് നിങ്ങൾ മീനക്ക് പോകുമ്പത്തേക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചെന്നോണ്ടിക്കണം. അവിടെ പോയിട്ട് എത്തിയ പിന്നെ ലോഹറും അസറും മഗ്രിബും ഇഷ നിസ്കരിക്കണം. മീനല് അവിടെ ജാവു സ്റ്റേ ആവണു. ഇതോടുകൂടെ ദുൽഹിജ്ജ 8 സൊറ തീന്ത്. ദുൽഹജ്ജ 8 വിഷയം കൊന്തയിത്തല്ല ക്ലിയർ. ಮೀನಾ ಟು ಅರಫ ಏನೇ ಮೀನಲ್ಲಿ ನಿಂತು ನಂಗೆ ಅರಫಗೆ പോകണം. എപ്പ ഏത് ഡേറ്റിക്ക് ഇവിടെ 8 തീന്നത് എന്നപ്പാ ഒലിമ്പരണ്ട്. ഇത് ആളന്മാർ നടന്നുകൊണ്ട് പോകണ്ടോ അറഫക്ക് ഒലിമ്പര ദുൽഹജ്ജ് ഒലിമ്പരുണ്ട്. ഇതായിത്തിക്കറ് ജബലുർ റഹ്മ ചെന്നിട്ട് അറിയപ്പെട്ടതായ ഒരു മല അല്ലെങ്കിൽ ഒരു എന്താ വെച്ചാലോ മലയാളത്തിൽ കന്നഡത്തിൽ ബെട്ട അല്ലെങ്കിൽ പർവ്വത ചെല്ലോ ജബലുർ റഹ്മ. അതിന് മേൽകെ 10 ഉണ്ടില്ല. വയസ്സായെങ്കിൽ 10 കാല് ചാരി പോകുന്നെങ്കിൽ പിന്നെ കാൽ ഫ്രാക്ചറാവും. പിന്നെ ഹജ്ജേ ഇല്ലാണ്ടാവും. അപ്പം അതിക്ക് മേൽക്ക് 10 ഉണ്ടില്ല. പിന്നെ ഫോട്ടോഗ്രാഫി കുറേ ಬೇರೆ ಬೇರೆ ರಾಯತ್ತಂಗೆಲ್ಲ ಬಂಡಾರ ಬಂದಿಟ್ಟು ಫೋಟೋ എടുക്കറ് വേണം. അവിടെ ഫോട്ടോ ഇവിടെ ഫോട്ടോ ഞങ്ങൾ ഫോട്ടോ എടുക്കുക പോയിരാമ ഒരു ഫോട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ ഫാമിലി കടുത്തു 1-2 ഫോട്ടോ എടുക്കರು ತೊಂದರೆಯಿಲ್ಲ. ಮಾತ್ರ ಇಡೀ ನಾಳು ಫೋಟೋ എടുത്തോണ്ടിരിക്കರು. അവിടെ ഇബാദത്തിൽ മുങ്ങണ്ണ അറഫ ചെല്ലതുണ്ടല്ലേ എത്ര നല്ല നാള്. ശൈത്താൻ കൂടെ നിന്ദ്യനാവുന്ന നാള്
എല്ലാവരും കൈവയ്ത്തರೋ റബ്ബേ 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 റായത്ത് മോലോത് ഓതിയവണും റാത്തീബ് ഓതിയവണും എന്തിനോ നാരിയത്ത് സലാത്ത് ചെന്നവണും കഞ്ചുല്ലർഷ് ഓതിയവണും എല്ലാവരും അള്ളാഹുവല്ലാത്തങ്ങളെ പേരിൽ ഹജ്ജാക്ക് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഉള്ളാத ദർഗത്ത് പോയാറ്. പിന്നെ പോകുമ്പോഴത്തേക്ക് സാധ്യമാവണമെങ്കിൽ ബഗ്ദാദ് മൊയ്തീൻ ശേഖർ ദർഗത്തും പോയാറ്. ഇതെല്ലാം ആക്കിയിട്ട് പോയെങ്കിലും അറഫ മൈതാനിൽ പോയിട്ട് വിളിക്കുക അല്ലാ അല്ലാ അല്ലാ. ಶೈತಾನಿಗೆ ಎಂದೊರು ಚಾನ್ಸ್ ಇಲ್ಲ അവിടെ. ಶೈತಾನ ನಿಂದ್ಯನಾವ್ರೆ ಕೋಪಿತನಾವ್ರೆ ಅರ್ಸ ಬಂಡೆ ನಾಳೆ ಐತಿಕ್ರು ഊടിപ്പ ദുൽഹിജ്ജ് ഒലിമ്പ രണ്ടത്തെ നാലത്തെ അമൽ എന്തിനെ നോക്കാം. സെക്കൻഡ് ഡേ ഓഫ് ഹജ്ജ് നിങ്ങൾ ഇപ്പം മീനലുള്ളാർ. ആഫ്റ്റർ ഫജിറിന്റെ പിന്നെ നിങ്ങൾ അറഫത്ത് പോണ്ടാർ. അവിടെ അറഫൽ പോയിട്ട് ലുഹറും അസറും രണ്ട് നിസ്കാരവും ഒട്ടുക നിസ്കരിക്കാർ. അതിന് പിന്നെ അറഫൽ നിങ്ങൾ സൂര്യ അസ്തമിക്കുന്നവിടത്തോളം നിൽക്കണം. കഡ്ഡായിട്ടിക്കര് സൂര്യ അസ്തമിക്കുന്ന മുന്നോട്ട് പോത്തീറ അറഫ മൈതാനിൽ നിന്ന്. സൂര്യ അസ്തമിക്കുന്ന മുന്നോട്ട് സൂര്യ അസ്തമിച്ച പിന്നെ എത്തിക്കുന്നു പോകേണ്ടത്. സൂര്യ അസ്തമിച്ച പിന്നെ എവിടേക്ക് പോകേണ്ടത്? മുസ്ദലിഫക്ക്. മുസ്ദലിഫക്ക് പോയ പിന്നെ അവിടെ മുസ്ദലിഫൽ പോയിട്ട് മഗ്രിബും ഇഷാവും നിസ്കരിക്കണം ഒട്ടുകു. പിന്നെ അവിടുത്തെ 49 കല്ലെടുക്കണം. ചെറിയ ചെറിയോ കടലം അവർ ഈ കടല ഉള്ളല്ലേ, കടലൊക്കെ അടുത്തെല്ലാം വലിയത് അവിടുത്തെ പറക്കണം. 49 കല്ല്. അത് ഞങ്ങൾക്ക് 13 തോളം എറിയകുള്ളത്. 13 തോളം അത് ചെല്ലേ ഒട്ടു 49 കല്ലെടുക്കണം. പിന്നെ എരിരെത്തരാൻ പിന്നെ ചെല്ലണം ഇൻഷാ അല്ലാ. പിന്നെ അണ്ട് നിങ്ങൾ മുസ്ദലിഫിലെ ജാവു സ്റ്റേ ആവണം. മുസ്ദലിഫലമേ ദയിക്കൊണ്ടുണ്ട് ജാവു അവിടെമേ ഉറങ്ങണം. അപ്പം ഇതോടുകൂടെ ദുൽഹജ്ജ് ഒലിമ്പ രണ്ടത്തെ സൊറൈ തീന്ത്. പിന്നെ അറഫ നാളിൻ്റെ ദുആ. അറഫ നാളിൻ്റെ ദുആ ചെന്നെങ്കിൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ളലായ ദുആ അറഫ മൈതാനിൽ ദ്വാരക്കര ദുആ. അവിടെ ഞങ്ങൾ റബ്ബറൊട്ടു കഞ്ചിത്ത് കരഞ്ഞിത്ത് ബുൽപ്പിട്ടിത്ത് അള്ളാണ്ട് ദ്വാരക്ക സീക്ക് സുഫാകൂ. ഇത്തരം ആളന്മാർ അബ്ബമാർ ഉമ്മമാർ ക്യാൻസർ പോലത്തെ അതേപോലെ കിഡ്നി ഫെയിലായ പോലത്തെ ഷുഗർ പോലത്തെ മാരകമായ രോഗത്തിൽ പൊന്തുള്ളാർ. ഫലസ്തീൻ ഞങ്ങളെ മറക്കണ്ട. ഞങ്ങളെ സഹോദരന്മാർ അകയില്ല ബിൽഡിങ്ങിൻ്റെ സൈഡിൽ പള്ളിയുടെ സൈഡിൽ മുസല്ലിട്ട് നിസ്കരിച്ചുകൊണ്ടുള്ളൂ. നോമ്പിൽ കണ്ടെത്തില്ല എങ്ങനെ നോമ്പിടിച്ചിറങ്ങാം. ഞങ്ങൾ ഒത്തു റഹാത്ത് പോലെ നോമ്പിടിച്ച നല്ല പോലെ ഞങ്ങൾ ഇഫ്താറാക്കിയ അത്താലമുണ്ട മുത്താലമുണ്ട ഇഫ്താറുമാക്കിയ റഹാത്ത് പോലെ അങ്ങ് എത്ര കഷ്ടത്തിലുള്ള അങ്ങനെ ശത്രുരെ നാശാക്കുക ദ്വാരക്കണം. അങ്ങ് അള്ളാഹു നല്ല വ്യവസ്ഥ ഉണ്ടാക്കുക ദ്വാരക്കണം. ഞങ്ങൾക്ക് ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുക നല്ല ടൈമായിട്ടിക്കറി ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം. ദുരുപയോഗപ്പെടുത്തിരണ്ട, വേസ്റ്റാക്കിരണ്ട. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു ചെന്തു കൊണ്ടുണ്ടാ നാനും നക്ക് മുന്നിൽ കഴിഞ്ഞു പോയി അങ്ങ് ചെന്ന ഫലക്കത്തിൽ വെച്ച് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാണ്ട് ആരാധ്യനില്ല വഹ്ദഹു അവൻ ഏകൈകനായിട്ടിക്കറ ലാ ശരീക ലഹു അവനുക്ക് ശരീക്കില്ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് അവനു കൈത്തിക്കറ് ആധിപത്യ അവനു കൈത്തിക്കറ് സ്തുതി സർവസ്തുതി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും ശക്തിയുള്ളവൻ സാമർഥ്യമുള്ളവൻ. ഈ ദുആ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് ഞാൻ എൻ്റെ മുന്നിൽ കഴിഞ്ഞു പോയ സമുദായം നബിമാറും ചെന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ അവിടെ ദ്വാരൊക്കെ മറന്നവരുണ്ട് ആറും. പിന്നെ ഇതേത്തിക്കർ അവിടെ അറഫ മൈതാനിലുള്ളതായ ഒരു പള്ളി മസ്ജിദ് നമീറ ചെന്നിട്ട് മസ്ജിദ് നമീറെ കൊരിയ ഭാഗം ഉണ്ടല്ലേ
അറഫര പുറത്തുണ്ട്. അപ്പം അതുകൊണ്ടൊത്തു ആ ഗടി അവിടെ ഗടി പണ്ട് ബോർഡറുണ്ട് അറഫര ബോർഡർ അതിൽ ഉൾഗമേ നിന്നരെ ചെന്നിട്ട് കാത്തരി പഠിച്ചോണാവാ ഇല്ലാണ്ട നിങ്ങൾ അറഫറ നിൽക്കാത്തത് കൊണ്ട് തുമ്രയില്ലാണ്ടാവും, ഹജ്ജില്ലാണ്ടാവും. അതേ ഇന്ന് പാടിച്ചെന്തനാണ് അൽ ഹജ്ജു അറഫ, ഹജ്ജ് ചെണ്ടത് അറഫ. സീക്ക് ബാധിച്ചവണുകു പിറ്റേണ്ട് ഫജിർക്ക് മുന്നലു തെല്ലു നേരങ്ങു നിണ്ടങ്ങമേ അറഫ രണ്ടിനങ്ങ സുബൈക്ക് പോയല്ലേ, അവിടെ പോയിട്ട് സൂര്യാസ്തമിച്ച പിന്നെ മുസ്ദലിഫ പോകണ്ടല്ലേ. സീക്കുള്ള അവൻ ഉഷാറില്ലാത്ത അവൻ അഡ്മിറ്റ് ആയിട്ടുള്ള അവൻ അജ്ജാക്ക ಬಂದರು, അവൻ്റെ സ്ഥിತಿ ಭಾರಿ ಚಿಂತಾಜನಕമായിട്ടുണ്ടു. ಅವನಿಗೆ ಎಂದಾಕ പിറ്റേണ്ട് ഫജിർ ഉദിക്കിற മുന്നോളു കൊരിയ നേര പോയിട്ട് അവിടെ നീണ്ടിട്ട് പറ അവൻ ഹജ്ജ് കിട്ടും. ഹജ്ജിക്ക് നീണ്ടില്ലങ്ങ് അറഫൽ നീണ്ടില്ലങ്ങ് ഹജ്ജേ ഇല്ല. അവിടെ പിന്നെ എന്തിരിക്കറ് കുത്തുബൈക്കറ് കുത്തുബ കേൾക്കണം. അവിടെ ട്രാൻസ്ലേഷൻ ആക്കി നിങ്ങളെ ഗ്രൂപ്പിൽ പോകേണ്ട ആളന്മാർ കേന്നമ്രെ ഹജ്ജ് ടൂറിൽ പോകേണ്ട അങ്ങനെ ട്രാൻസ്ലേറ്റ് ആക്കി തണ്ടാണെങ്കിൽ എന്തിരെ ഷേഖ് ചെന്നത് ഖത്തീബ് എന്തിരെ ചെന്നത് ഉണ്ട് അതിൽ കേൾക്കണം, ഉപദേശത്തെ ഉൾക്കൊള്ളണം. അതായത് ഇങ്ങനത്തെ ഒരു ബോർഡർ അറഫ എൻസ് ഹിയർ ചെന്നിട്ട് ഇവിടെ അറഫ ഉണ്ടാവൂ. അപ്പം ആ ഗടി നോക്കണം അവനിങ്ങ ബോർഡർ ഇപ്പം വേറെ ടൈപ്പിലേക്കൂ ചിലപ്പോൾ. പിന്നെ അതേത്തിക്കറ് ഞങ്ങളുടെ അറിയേണ്ടത് ഹജ്ജ് ചെന്നെങ്കിൽ അത് അറഫ. قال رسول الله صلى الله عليه وسلم الحج عرفة ومن أدرك ليلة عرفة قبل طلوع الفجر من ليلة جمع فقد تم حجه. ഇത് പറഞ്ഞാൽ ചെന്നല്ലേ പിറ്റേണ്ട് ഫജിർക്ക് മുന്നിലായിത്തെങ്കിലും അവിടെ നിണ്ടെത്തി വേണം, ഇല്ലെങ്കിൽ അവന് ഹജ്ജില്ലാണ്ട് അത് ഉഷാറില്ലാത്തങ്കവാ. ബാക്കിയുള്ളക അവിടെ പോയെങ്കിൽ സൂര്യ അസ്തമിച്ച പിന്നെ അവിടുത്തെ മുസ്ദലിഫ് പോകണം. ഇതെല്ലൂടെ ഞങ്ങളെ അബ്ദുൽ ലത്തീഫ് സാറ് അവിടെ വിവരണാക്കിയത് ആരെങ്കിലും ഹജ്ജാക്കിയാറ് മൻ ഹജ്ജൽ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതു ഉമ്മുഹു. നല്ല മബ്റൂറായ ദുഷ്കൃത്യാക്കാണ്ട് ഹറാം എന്തുമാക്കാണ്ട് നല്ല പോലത്തെ നബീനെ പോലത്തെ ഹജ്ജ് നബി ആക്കി കാട്ടിയ പോലത്തെ ഹജ്ജ് നബി ചെന്ന് ഹജ്ജാക്കുമ്പോൾ ഖുദൂ അന്നി മനാസികകും സ്വഹാബക്കന്മാരെ നിങ്ങൾ നന്നല്ലിಂತ ഹജ്ജിര കർമ്മ സ്വീകരിക്കൂ. എൻ്റെ കടലിಂತ ബണ്ട വർഷം നിങ്ങൾ എൻ്റെ ഖബർ മുട്ടത്ത് ചിലപ്പോൾ പോവാറ്, ഞാൻ ചിലപ്പോൾ ജീവിച്ചിട്ടിക്കല. അങ്ങനെ സ്വഹാബക്കന്മാർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ആക്കിയിട്ട് ഞങ്ങൾ കൈമാറി തന്നാറ്. അപ്പം ഞങ്ങൾ ശരിയായ ഹജ്ജെങ്കിൽ ഞങ്ങൾ മക്കത്തിൽ നിന്ന് തൗത്തുക്ക് ബണ്ട എങ്ങനെ വന്നിട്ടുണ്ട കയൗമി വലദതു ഉമ്മുഹു ഇണ്ട് പെത്ത കീടാവു നവജാത ശിശുർ പോലെ ദോഷമുക്തനായിട്ട് ഹജ്ജിക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാവരുടെ പൊരുത്തപ്പെടിച്ചോറും പൊരുത്തപ്പെടിച്ച് ഞങ്ങൾ ആർക്കും ബേജാറാക്കിയിരിക്കുക, മനസ്സ് നൊമ്പലാക്കിയിരിക്കുക, എന്തെങ്കിലും ഇടപാടിക്കൂ എല്ലാം തീർക്കും കംപ്ലീറ്റ്. കട പൈസ എടുത്തിട്ട് മുറുകെ ഹജ്ജിക്ക് പോകണിട്ടില്ല, കടാക്കിയിട്ട് സ്വന്തം പൈസ ഉണ്ടെങ്കിൽ മാത്രം കട വീടൊക്കെ കഷ്ടമാവും. പിന്നെ ദൈഹികമായിട്ടും അതേപോലെ ആർത്ഥികമായിട്ടും ഞങ്ങൾക്ക് സാമർഥ്യം ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമുള്ളൂ. അർക്കാനുൽ ഇസ്ലാമിലു അവസാനത്തത് എല്ലാ ರೀತಿಯೂ ಅವನು ಸಾಧ್ಯತೆ ಉಂಟು. ಅವನು ಹಜ್ಜಿಗೆ ಟೈಮು ಎತ್ತಿರೋವನಿಗೆ ಎಲ್ಲ ವ್ಯವಸ್ಥೆയും ಉಂಟು, ಪೈಸೆയും ಉಂಟು, ಆರೋಗ್ಯവും ഉണ്ടെങ്കിൽ ഫൽ യസ്തഅജിൽ നബി ചന്തനിങ്ങ അർജന്റ് ആക്കൊരു ഹജ്ജ് ഉണ്ട് ലേട്ടാക്കണ്ട. ബണ്ട വർഷമൊക്കെ വെയിച്ചെങ്കിൽ ബണ്ട വർഷം ഞങ്ങൾ ഹയാത്തിലില്ലെങ്കിൽ ടൈമായ പിന്നെ നിങ്ങൾക്ക് ഗൊന്തുള്ളെങ്കിൽ നിങ്ങളെ സഹോദരന്മാർ നിങ്ങളെ ഫാമിലി ഞങ്ങളൊട്ട് അഡ്വൈസ് ആക്കും. അപ്പം അതേത്തിക്കറ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അതായത് മബ്റൂറായ മഖ്ബൂലായ ഹജ്ജെങ്കിൽ അവനക്ക് സ്വർഗ്ഗമല്ലാണ്ട് പ്രതിഫലം ഇല്ല. സുബ്ഹാനല്ലാഹ്, നല്ല ഹജ്ജയ്ക്ക് ഞങ്ങൾക്ക് എന്തൊരു കൂലി സ്വർഗ്ഗമായിട്ടിക്കർ. വൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറാക്കി ദിനൊരു ഉംറാക്കറ ഇടയിൽ ഞങ്ങൾക്ക് ആ നാല് എന്തൊരു ദോഷാക്കിറാ ചെറിയ ചെറിയ ദോഷ അത് കഫാറത്ത് പ്രായശ്ചിത്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിയിൽ. പിന്നെ അതിനിടയിൽ മറക്കറുമുള്ള ചെല്ലെ തവാഫാക്കറ ഇടയിൽ ഒന്ന് വിട്ടുപോയി എന്തിനു ചെന്നെങ്കിൽ റംലിട്ട് ഒന്നുണ്ടു. റംല് ചെന്നെങ്കിൽ തെല്ല കാൽ മുട്ട വെച്ചിട്ട് 3 സ്റ്റാർട്ടിങ്ങിൽ 3 തവാഫുലു
തെല്ലാം ഫാസ്റ്റ് പോകണം. ചുമ്മ ഓർഡറല്ല, സ്റ്റാർട്ടിങ്ങിൽ 3 തവാഫുలు റംല ಹಾಕೋಣ ಚೆಂದ ಅದರ ಸುನ್ನತ ಐಟಿಕ್ರು. ಏನು ಸೂರ್ಯ ಅಸ್ತಮಿಕ್ಕಿರೋದಂಗೆ ಮುನ್ನೋಳು ಅರಫത്തിൽ ನಿಂತು ಪರ್ತು പോತೀರಂಗ പഠിച്ച അത് നബിയുടെ സുന്നത്ത്. അതിലെന്തോ നബിയുടെ ചര്യൈത്തിക്കുന്നത്. പിന്നെ കുറേ ആളെന്താക്കുക, അറഫ ഇത് പർവ്വത്ത് 10 അവിടെ 2 റക്കാത്ത് നിസ്കാര, അവിടെ 2 റക്കാത്ത് നിസ്കാര ഇല്ല, അത് ബിദഅത്തായിട്ടിക്കറ്. അങ്ങനെ നബി പഠിപ്പാടിത്തില്ല, നബി പഠിപ്പാടിത്തില്ല. അറഫര മേൽ അറഫ അവിടെ ആ ഗുഡ്ഡര ജബലുർ റഹ്മര മേൽ പോയി നിസ്കരിക്കണോ, അതിരെ ഇങ്ങനെ ചൊരണ്ടിത്ത് മേൽക്ക് തേക്കണോ, അതിരെ സവരിത്ത് മോത്തുക്ക് തേക്കണോ, ബർക്കത്തുണ്ടു ചെന്നിട്ടില്ല. അവിടെ ഞങ്ങ ഇബാദത്ത് എടുക്കുക മാത്രമുള്ള അവിടെ ആ ജാഗര മണ്ണിനെ വൈത്തുകൊമ്പോറില്ല. കുറേ ആളന്മാർ ചെന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഖബറുള്ള ജാഗര പൊടി അതിരെ കുപ്പിലിട്ടിട്ട് അതിരെ അവിടെ ക്ലീൻ ആക്കുന്ന ആള് ഞങ്ങൾക്കൊന്തന്നൊരു ചെന്തോരു പണ്ഡിത ചെന്ത് എവിടുത്തമ്മ പൊടി റെഡിയാക്കിയിട്ട് പൈസ ആക്കറ് ഒരു ഉദ്ദേശമായിട്ടിക്കറ്. അപ്പം അവിടുത്തെ കല്ലറ് സവറ് അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കറ് ഇതെല്ലാം എന്തൊരു ബിദഅത്തായിട്ടിക്കറ് ചെന്ന് അർത്ഥമാക്കണം. പിന്നെ അജ്റുൽ അസ്വദ് മുത്തുമ്പോൾ ഞങ്ങളെ മനസ്സൊരു നിയത്ത് വേണം. എന്തൊരു വന്നുണ്ടാ ഈ അജ്റുൽ അസ്വദ് ಐತಿക്കറ് നല്ലതും ബെടക്കും എല്ലാം തീരുമാനിക്കറേ നിയത്ത് പറ തീരാ. ഞങ്ങളെ മനസ്സിൽ നിയത്തിക്കേണ്ടത് അള്ളാഹുരെ നബി പഠിപ്പാട്ടി റീച്ചലിന്റെ ഉദ്ദേശത്തിലാണ്. എന്തിനാക്കറോ അജ്റുൽ അസ്വദ് മുത്രോ, അജ്റുൽ അസ്വദ് മുത്തുമ്പത്ത് ആ നിയത്ത് അത് രണ്ട് നല്ലയും ബെടക്കും എല്ലാ റീച്ചെന്തുള്ള നിയത്തിലല്ല. അതൈത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി എന്നെ മുസ്ദലിഫ ഞങ്ങൾ അറഫയിൽ സൂര്യാസ്തമിച്ച പിന്നെ മുസ്ദലിഫക്ക് പോയാം. ദുൽഹിജ്ജ വലിമ്പ 2 അറഫ 2 സൂര്യസ്ഥാമാനത്തെ പിന്നെ അറഫത്തിൽ നിന്ന് മുസ്ദലിഫക്ക് ഞങ്ങൾ പുറത്താവണു. മുസ്ദലിഫൽ മഗ്രിബും പിന്നെ ഇഷ ഒരു അദാനും 2 ഇഖാമത്തോടു കൂടി, അതായത് അദാൻ 1 ഫസ്റ്റ് ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ച പിന്നെ ഇഖാമത്ത് കൊടുക്കൂ, ഇഷ നിസ്കരിക്കണം. ഹാജിമാർ മുസ്ദലിഫൽ ഫജ്റിനോടത്തോളം ഉറങ്ങണം, സുന്നത്തായിട്ടിക്കറ്. മാത്ര ബലഹീനന്മാരും മക്കയും പെണ്ണിങ്ങ ദുർബലമായ അങ്ങനത്തങ്ങ പാതിജാവുകെ പിന്നെ പാതിജാവുരെ പിന്നെ മുസ്ദലിഫൽ നിന്ന് നിർഗമിക്കുക അനുമതിയുണ്ട്. ബലഹീനന്മാർക്കും വയസ്സായങ്ങളാറല്ലേ പിന്നെ മക്കൾക്ക് എന്തായിത്തല്ലേ അത് ഒരു പോയിന്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കൂ. പിന്നെ അവിടെ നിസ്കരിക്കരെ ജമ്മും കസറാക്കിയിട്ട് മുസ്ദലിഫൽ മഗ്രിബും ഇഷായും ಇದೈತಿಕ್ರಿ ಮುಸ್ದಲಿಫರ ಅವರು ದೃಶ್ಯ. ಮುಸ್ದಲಿಫಲು ಭಾರಿ ಅವರು ಖಾಲಿ ಮೈದಾನ ಐತಿಕ್ರಿ. ഇപ്പോഴത്തെ അവസ്ഥ എന്ത് വന്നിട്ടില്ല, എന്തെങ്കിലും വലിയ അവിടെ കാലി ഒരു ജാവതയ്ക്ക് മാത്രം വലിയ വ്യവസ്ഥ എന്താക്കില്ല. അവിടെ കാലി ഒരു നൈറ്റ്, വർഷത്തിൽ ഒരു നൈറ്റ് മാത്രം അവിടെ സ്റ്റേ ആവുകയുള്ളൂ. ഇതിങ്ങനെ അവിടെ ഞങ്ങൾ കൊണ്ടുപോയോ എന്തൊരു ഞങ്ങൾ കൊണ്ടുപോയതായ തുണിയ ബെഡ്ഷീറ്റൊക്കെ കൂടെ ഇട്ട് കിടക്കും. അവിടുത്തെ കല്ലെല്ലാം പറക്കിയിട്ട് ഞങ്ങൾ റെഡിയാക്കാം. മുസ്ദലിഫറോ 49 കളിച്ചന്തലത് പാട്ടും പിന്നെ അവിടെ 7 എറിയ കൊണ്ടു നോക്കറോടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അറഫാത്ത് ആൻഡ് മുസ്ദലിഫ യാറക്കുറോടി 8 കിലോമീറ്റർ 5 മൈൽസ് ഉണ്ട്. അറഫർ പിടിച്ചിട്ട് മുസ്ദലിഫ മെട്രോ ട്രെയിൻ ഉണ്ട്, പ്രോബ്ലം ഇല്ല, നടക്കിറങ്ങി നടക്കാം, ತೊಂದರೆಯಿಲ್ಲ. ಆರೋಗ್ಯ ಯಾರವು ಆರೋಗ್ಯದ ಖೈರ್ ಏನೇ ದುಲ್ಹಿಜ್ಜ 10 ഈദുൽ അദ്ഹായുടെ ഡേ റായത്തല്ല എന്താക്കാറ് ഈദ് അൽ അദ്ഹ ആചരണ ആക്കാറ്, തക്ബീർ ചെല്ലാറ്, പെരുന്നാൾ നിസ്കരിക്കാറ്. ദുൽഹജ്ജ് 12 മുസ്ദലിഫല്ലിന്ത് മീനഗ് ദുൽഹിജ്ജ 12 സൂര്യ ഉദിക്കുന്നതിനായിട്ട് മുന്നലായിട്ട് എന്താ ഉണ്ടെങ്ക മീനക ഭർത്താവണം. സൂര്യ സുബൈ നിസ്കരിച്ചല്ല ഫജർ സൂര്യ ഉദിക്കുന്ന മുന്നോളു മുസ്ദലിഫല്ലിന്ത് മീനക ഭർത്താവണം. അവിടുത്തെ നുപാട്ട് ചെന്ന പോലെമേ ചെറിയ കല്ലെല്ലാം പറക്കിയിട്ട് ഞങ്ങൾ റെഡിയാക്കണം. റെഡിയാക്കിയിട്ട് ജംറത്തുൽ
അഖബ അല്ലെങ്കിൽ ജംറത്തുൽ കുബ്രക്ക് എറിയണോ? ദുൽഹിജ്ജ് 10 ഒരേ ജംറക്ക് എറിയുകാവാ. പെരുന്നാൾ 2 ഞങ്ങളുടെ പെരുന്നാൾ ആചരിക്കുന്നത് ദുൽഹിജ്ജ് 10 കാലി ഒരു ജംറക്ക് മാത്രം, ജബ്രത്തുൽ അഖബ അല്ലെങ്കിൽ കുബ്രക്ക്. മുസ്ദലിഫൽ നിന്ന് മീനത്തേക്ക് പോകേണ്ടതായ തെരുളു നടുവിലു തെരുവുണ്ടല്ലേ, ബറുമ്പത്ത് റിട്ടേൺ മീനക്ക് ബറുമ്പോൾ ദിക്ർ ചെന്നോണ്ടു, തൽബിയത്ത് ചെന്നോണ്ട്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ദിക്ർ ചെന്നോണ്ട്, അതായത് തൽബിയത്ത് ചെന്നോണ്ട് പറഞ്ഞു. നോക്കൂ, ട്രെയിനല്ല നിങ്ങൾ കാണുന്നുണ്ട്, മെട്രോ ട്രെയിൻ അവിടെ എല്ലാ വ്യവസ്ഥ ഉണ്ടു. ദുൽഹജ്ജ് 10 ഹാജിമാർ മിനത്തിൽ നിന്ന് ജംറത്തുക്ക് കല്ലെല്ലാം എറിഞ്ഞ പിന്നെ തക്ബീർ ചെലവ് തുടങ്ങണം. ദുൽഹജ്ജ് 10 ഹജ്ജിക്ക് പോയ ഹാജിമാർ കല്ലെല്ലാം എറിഞ്ഞിട്ടല്ല ഞങ്ങൾ സൊറതീന്ത്, അതിന് പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതേ തിക്ർ ജംറത്ത് കല്ലെറിയത്. ദുൽഹജ്ജ് 10 ജംറത്ത് അക്കബക്ക് ഇതൈത്തെ ജംറത്തുൽ അക്കബ വലിയ ജംറ. ജംറ ചൊല്ലുമ്പോഴത്തേക്ക് ഒരാളമാർ എന്താക്കറോ എന്തുണ്ടാ ചെരുപ്പെറിയറോ, കല്ലെറിയറോ, വലിയ വലിയ കല്ലെറിയറോ, ശൈത്താൻ ചത്ത് പൊട്ടുപോയി. എന്നിട്ട് ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കും എതിർ ചെന്ന് വന്നിട്ടുണ്ടല്ലേ. ഇഖാമത്തി ദിക്റില്ല, അല്ലാഹുവിന്റെ ദിക്ർ സ്ഥാപനാക്കുക വേണേറ്റ്. അണ്ട് ഇബ്രാഹിം നബിയും അങ്ങനെ കുടുംബത്തും ആക്കിയതായ അമൽഡോ സ്മരണക്ക് വേണൈറ്റ്, അള്ളാഹുരെ നെനപ്പുക്ക് വേണൈറ്റ്. മുസ്ദലിഫിൽ ദയിക്കുന്നതും ബലി കൊടുക്കുന്നതും അക്കബല് കല്ലെറിയതും. അക്കബക്ക് എത്ര കല്ലെറിയണോ? 7 കല്ല്, ചെറിയ ചെറിയ 7 കല്ല്. ആ കമ്പത്തിക്ക് പോകുന്നുണ്ടില്ലാവാ, കമ്പത്തിക്ക് പോകുന്നില്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു അസമാധാന പോകുന്നില്ല. ആ വൃത്തത്ത് ഉൾക പോകുന്നമേ, ആ വൃത്തം ഉണ്ടല്ലോ റൗണ്ട് സർക്കിൾ, അതിൽ ഉൾക പോകുന്നമേ കമ്പത്തിക്കേ പോലും ഉണ്ടില്ല. അത് ബെൽച്ചിനിക്ക് ദൂരത്ത് സമ ബെൽച്ചെറിയുന്നുണ്ട് എന്തില്ല, ഞങ്ങൾ അർസല്ല തീർക്കുക അവിടെ, അതെന്തില്ല. ആ വൃത്തത്ത് ആ സർക്കിൾ ഉൾക പോകുന്ന കഴിച്ച് ഇങ്ങനത്തെ 3 എന്തിലുണ്ട് ജംറാത്തുണ്ട്. അതിന് പിന്നെ ഈ തിക്റങ്ങ മുടിയെടുക്കേണ്ടത്, മുടി ഹജ്ജിന് മുടി ഹജ്ജായ പിന്നെ മുടിയെടുക്കുന്നത് ദുൽഹജ്ജ് 10 പെണ്ണിങ്ങ മുടി കട്ടാക്കണം ഒരു ബെർലെത്തര. ദുൽഹജ്ജ് 10 ജംറത്തുൽ അഖബക്ക് കല്ലെറിഞ്ഞതോടുകൂടെ ഒന്നാമത്തെ തഹല്ലുലൈത്ത്. ഫസ്റ്റ് ഇഹ്റാമിൽ നിന്ന് ഫസ്റ്റ് തഹല്ലുൽ എന്ന നിർഗമനായ. ഇതോടുകൂടെ ഹാജിക്ക് മാപ്പിള പെഞ്ഞായിമാരുടെ സമ്പർക്ക ബുട്ടുത്തു, ബാക്കിയെല്ലാം ഹറാമായിട്ടിന്ത്, എന്തിനായിട്ടിന്ത് ചുമ്മ ഹറാമായിട്ടിന്ത്. ഞങ്ങളെല്ലാം ഫസ്റ്റ് എണ്ണി ചെന്നല്ലേ ഇഹ്റാം പ്രവേശിച്ചതോടുകൂടെ അതെല്ലാം ഫ്രീ ആയിത്ത്, ഹലാലായിത്ത്. മാപ്പിള പെഞ്ഞായിരോട്ടുള്ളതായ സമ്പർക്കം മാത്രമേ ഇല്ല, അത് ಏನೂ ഹലാലായിട്ടില്ല. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജംറത്ത് ದೃಶ್ಯೈಟಿಕ್ರು ಮುನ್ನೋಳು ಓರೋರು ಕಂಬೈಗನ ಪರ್ತರಮೇ ಭಾರಿ ಕಷ್ಟ ಉಂಡಿಂತು. ഇപ്പം 3-4 ഫ്ലോറുണ്ട്, 3-4 ഫ്ലോറുണ്ട്, പോകുള്ളതായ വ്യവസ്ഥ ഉണ്ട്. ഈസി ആയിട്ടിക്കറ് ഇതിങ്ങനെ നോക്കൂ, സൈഡിൽ പോകേണ്ട തേര് നോക്കൂ, അതിങ്ങനെ പോയിട്ട് അതിലുള്ളിൽ ബണ്ടോ വാപ്പസ് റിട്ടേൺ ഇതിൽ പോകണ്ടോ, പോയങ്ങ റിട്ടേൺ പറകില്ല. മുന്നുള്ള കുറേ മരണമെല്ലാം സംഭവിച്ചിരല്ലേ, അത് കല്ലെറിഞ്ഞിട്ട് റിട്ടേൺ പണ്ടോ കുറേ ആൾ പോകണ്ടോ. ഇപ്പം ഡിക്കാട് അപ്പം അവിടെ കീഴ് പൂന്ത എന്തെല്ലാം മരണം സംഭവിക്കുക. ഇപ്പം റീസെൻ്റ്ലി എല്ലാം മരണമെല്ലാം കുറോടി എന്തുകൊണ്ടത് ഭയങ്കര വ്യവസ്ഥ ആയിരുന്നു, ഫുള്ള് ബന്ദ് അവിടെ. ഇതായിത്തിക്കറ് അവിടെ ഉൾഗത്തെ സീന് മേലെല്ലാം ബന്ദ് ഫുള്ളു. ഇതും അതേപോലെ അത് വൃത്ത, അത് കള്ള രക്ഷയിൽ നോക്കണം. ആ വൃത്തത്തെ ഉൽഗമി പോകുന്നെങ്കിൽ
എണ്ണീത്ത് അള്ളാഹു അക്ബർ ചെന്നിട്ട് എറിയണം ആവല്ലേ. അള്ളാഹു അക്ബർ ചെന്നിട്ട് ഇനി ജംറത്ത് കല്ല് എറിഞ്ഞ പിന്നെ ഉള്ളതായ ദുവ, ജംറത്തു സുഹുറ ചെറിയ ജംറ, ജംറത്തുൽ ഉസ്ത നടൂരെ ജംറ, ജംറത്തുൽ കുബ്ര ഇങ്ങനെ 3 ജംറ ഉണ്ട്. ജംറത്തുൽ സുഹുറക്ക് കല്ലെറിഞ്ഞ പിന്നെ ബൽത്ത സൈഡ് തെല്ല് ചരിഞ്ഞിട്ട് ദ്വാരക്കണം. അള്ളാഹുരെ കാബക ചെറിഞ്ഞിട്ട് അള്ളാഹുരുടെ ദ്വാരക്കണം. ഫസ്റ്റിക്ക് ഞങ്ങൾ ദുൽഹജ്ജ് 11-2 ഞങ്ങൾ കല്ലെറിയല്ലേ 10-2 കല്ലെറിഞ്ഞിട്ട് ഒരേ അക്കബകല്ലേ ജംറത്തുൽ അക്കബ മാത്രം. ഇത് 11-2 വിഷയ 11-2 ഞങ്ങൾ ജംറത്തുൽ സുഹുറക്ക് കല്ലെറിഞ്ഞ പിന്നെ ബൽത്ത സൈഡിക്ക് ഞങ്ങൾ ചെറിഞ്ഞിട്ട് നിണ്ടിട്ട് ഞങ്ങൾ എന്താക്കും. ഇല്ലെങ്കിൽ അവിടെ നിന്നെങ്കിൽ ബാക്കിയുള്ള കല്ലെറിയൊക്കെ പ്രോബ്ലം ആവല്ലേ. സൈഡ് പോകണ്ടെങ്കിൽ പോയിട്ട് ദ്വാരക്കണം അള്ളാഹുരട്ടു. അതേപോലെ ജംറത്തുൽ ഉസ്തര പിന്നെയും കല്ലെറിഞ്ഞ പിന്നെയും ഞങ്ങൾ എടുത്ത സൈഡ് അവിടെ ബലത്തെ സൈഡ് കായെങ്കിൽ ഉസ്തൽ എടുത്ത സൈഡ് ചെറിഞ്ഞ് നിണ്ടിട്ട് സൈഡ് നിണ്ടിട്ട് ഇതാക്കണോ ദ്വാരക്കണം അള്ളാഹുരട്ടു. മാത്ര ജംറത്തുൽ കുബ്ര കല്ലെറിഞ്ഞ പിന്നെ ദ്വാരക്കമില്ല. അത് മെയിൻ പോയിന്റ് നെനപ്പാക്കൂ. ഫസ്റ്റ് ഇത് സുഹുറകും മുസ്തകും കല്ലെറിഞ്ഞ പിന്നെ മാത്രം ദ്വാരക്കുള്ളൂ. കുബ്ര കല്ലെറിഞ്ഞ പിന്നെ എന്താക്കോ ദ്വാരക്കമില്ല. ചെന്നക്ക് ഇതെല്ലാം നബീനടുത്ത് വന്നത് സുന്നത്തായ രീതി. ഞങ്ങൾ ഏതെങ്കിലും പണ്ഡിതന്മാർ വെച്ചിട്ട് റെഡിയാക്കിയതല്ല, അള്ളാഹുര നബിയിലിന്ന് വന്നത്. ഇനി ഞങ്ങൾ പോകേണ്ടത് തവാഫുൽ ഇഫാദ, ഹജ്റ തവാഫ്. ഇത് 11-2 ഞങ്ങൾ കല്ലെറി വിഷയം എന്നല്ലേ, അതിക്ക് മുന്നോലെ ഞങ്ങൾ തവാഫുൽ ഇഫാദ ആക്കിയിട്ടിക്കണോ. ഇത് ഹജ്റ റുക്കുനായിട്ടിക്ക്, റുക്കുനായിട്ടിക്ക് മെയിൻ പാർട്ട്. തവാഫിനെ പിന്നെ സയ്യാക്കണം. ഹജ്ജ് കിറാനാക്കണവണു തവാഫുൽ ഖുദൂമരെ ടൈമിൽ ഫസ്റ്റ് തവാഫ് ആക്കിയപ്പ സയ്യാക്കില്ലെങ്കിൽ ഇപ്പം സയ്യാക്കണം. ജംറത്ത് കല്ലെറിഞ്ഞിട്ട് തലയിൽ നിന്ന് മുടിയെടുത്തിട്ട് തവാഫുൽ ഇഫ ആക്കതോട് കൂടെ ഇഹ്റാമിലോ ഹറാമായിട്ടിരുന്ന എല്ലാം ധർമ്മസമ്മതായിട്ട് ഹലാലായിട്ട്. എപ്പോൾ ഹലാലാവറോ രണ്ടാമത്തെ തഹലുലാവറെപ്പ ജംറത്ത് കല്ലെറിഞ്ഞിട്ട് തലയിൽ നിന്ന് മുടിയെടുത്തിട്ട് തവാഫുൽ ഇഫാദ ഹജ്റ തവാഫ് ആക്രതോട് കൂടെ ഇഹ്റാമിൽ നിന്ന് പരിപൂർണമായി തോന്നും എന്തയ്യാ തഹലുലായ. അത് ദുൽഹജ്ജ് 10-2 പെരുന്നാളോട് ആചരണാക്കറുണ്ട്. അപ്പോൾ ഇതേ തിക്കറിവിടെ നോക്കൂ. ദുൽഹജ്ജ് 10-2 എന്തെല്ലാം അമലുണ്ട് നോക്കൂ. അതൊന്ന് നിങ്ങൾ നോട്ടാക്കി വയ്ക്കൂ. നിങ്ങൾക്ക് ആ ബുക്കിലെല്ലാം ഉണ്ട് ക്ലിയർ. 3-ാമത്തെ നാളിലെ ഹജ്ജ് നിങ്ങൾ ഇപ്പം മുസ്ദലിഫിലുള്ളാറ് സൺറൈസ് ആയ പിന്നെ നിങ്ങൾ അവിടുത്തെ എന്താക്കണു സൺറൈസ് ആവുര മുന്നോളൂ. സൺറൈസ് മുട്ടാകുമ്പോഴത്തേക്ക് അവിടുത്തെ ഞങ്ങൾ മീനങ്ങ് ഭർത്താവണം. സീത ഞങ്ങൾ ജംറത്തുൽ അക്കബ അവിടേക്ക് പോകണു കല്ലേരിയാക്കും. അതിന് പിന്നെ ഹജ്ജ് ഇഫ്രാദാക്രങ്ങളെ വിട്ടുത്തു. ബാക്കി എല്ലാവരും എന്തിനൊക്കണോ ബലി കൊടുക്കണോ. പിന്നെ മുടി കട്ടാക്കണോ. മുടി കട്ടിയാക്കിയ പിന്നെ ഇഹ്റാമിലു ഞങ്ങൾക്ക് ഇട്ടതായ ഡ്രസ്സെല്ലാം എന്താ പിന്നെ ഞങ്ങൾ യൂസ്വൽ ഡ്രസ്സ് ഇടാം. പിന്നെ ഞങ്ങൾ മസ്ജിദുൽ ഹറമുക്ക് പോയിട്ട് മക്കത്ത് പോകണു. അവിടെ ഞങ്ങൾ തവാഫാക്കണു തവാഫുൽ ഇഫാദ 7 വട്ട. അതിന് പിന്നെ മക്കാം ഇബ്രാഹിമർ മുട്ട 2 റക്അത്ത് നിസ്കരിക്കണു. പിന്നെ ഇത് സഹിയാക്കണു സഫ മറുവരയിടൽ. പിന്നെ സംസം കുടിക്കണു. സംസം കുടിച്ച പിന്നെ ഞങ്ങൾ go back to Mina. Do not stay overnight in Makkah. മക്കത്തിൽ പിന്നെ ഉണ്ട് ജാവദേക്കുമല്ലോ സീത മീന പോകണം. ഇത് 3-ാമത്തെ നാളുടെ ഡേയുടെ ഹജ്ജും കംപ്ലീറ്റ് ആയിട്ട്. ഇനി 4th ഡേ ഓഫ് ഹജ്ജ് ദുൽഹജ്ജ് 11.
ಅಂಡ್ ಎಂದ್ರೆಲ್ಲ ಹಾಕೊಂಡು ಅಂತ ನೋಕೋರು ನೀವು ನಂಗ ಇಪ್ಪ ಮೀನಲ್ಲುಳ್ಳ ತವಾಫುಲ್ ಇಫಾದಾಗಿಟ್ಟು ನಾರ್ಮಲ್ ಡ್ರೆಸ್ಸಲ್ಲಿಟ್ಟು ತೆಲ್ಲುಳ್ಳ ಇಪ್ಪ ಮೀನಲ್ಲಿ ಟೆಂಟಲ್ಲುಳ್ಳ ലോഹർ ആഫ്റ്റർ ലോഹർ ഗോ ടു ഓൾ 3 ജംറാത്ത് എല്ലാവരും 3 ജംറാത്തും പോകണം ലോഹറിൻ്റെ പിന്നെ പോണെന്ന് 2 ലോഹറിൻ്റെ പിന്നെ ജംറാത്തുക്ക് പോകണം പോയിട്ട് ഫസ്റ്റ് ജംറത്തുൽ ഊല 7 കല്ല് പിന്നെ ജംറത്തുൽ ഉസ്ത 7 കല്ല് എറിയണോ അവിടെ കാട്ടിയല്ലേ എറിയ സ്റ്റൈല് പിന്നെ ജംറത്തുൽ അഖബ വലിയ അഖബ ജംറ അവിടേക്കും 7 കല്ല് എറിയണം അവിടെ പിന്നെ ഞങ്ങൾ മിനലേ സ്റ്റേ ആവണം മിനലിൽ നിന്ന് പുറത്തേക്ക് പോകില്ലേ പോനൊന്നു ദുൽഹിജ്ജ 2 അവിടെ ഞങ്ങൾ സ്റ്റേ ആവണം പുറത്ത് പോകില്ല ഇതോടുകൂടെ പോനൊന്ന് ദുൽഹിജ്ജരെ അമലും കംപ്ലീറ്റ് ആയിട്ട് ഏന് 12 നാളുടെ അമൽ ദുൽഹിജ്ജ 12 എന്തിനാക്കണു 5th ഡേ ഓഫ് ഹജ്ജ് നിങ്ങൾ മീനലുള്ള അറിയിപ്പ കല്ലല്ലെറിഞ്ഞിട്ട് ഒരു മുന്നോട്ട് പോനൊന്നു അവിടുത്തെ നിങ്ങൾ അതേപോലെ ലോഹറിൻ്റെ പിന്നെ ജംറത്തുൽ ഊല ജംറത്തുൽ ഉസ്ത ജംറത്തുൽ അഖബ 3 ജംറത്തുക്കും 7 കല്ലെറിയോ അതിനെ പിന്നെ നിങ്ങൾ sunset before sunset must go to Makkah or stay in Mina ഒന്നാ നിങ്ങൾ 12 സീത എവിടേക്ക് പോകണു ദുൽഹിജ്ജ 12 മക്കത്ത് പോകണു അല്ലെങ്കിൽ നിങ്ങൾ 13 നിങ്ങൾ സ്റ്റേ ആവണുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മിനലേ സ്റ്റേ ആവണു 12 മക്കത്ത് പോത്തീറ തവാഫുൽ വദ ആക്കൊക്കെ പോത്തീറ അവിടമേ തേക്കണം ജാവ് അവിടമേ സ്റ്റേ ആവണം നിങ്ങൾ മക്കത്ത് 12 യാറത്തങ്ങ 12 പോണ്ടാർ ദൂരത്തെ പന്തങ്ങല്ലേ മക്ക ഇന്ത്യത്തിൽ നിന്ന് പന്തങ്ങ ദൂരത്തങ്ങ 12 തീർത്തിട്ട് പോണ്ടാർ അലൗഡ് ഉണ്ടോ നിങ്ങൾ മക്കത്ത് റിട്ടേൺ 12 അല്ലെങ്കിൽ 13 നിങ്ങൾ അമലെല്ലാം തീന പിന്നെ ഹജ്ജിലോ സീത മക്കത്ത് പോയിട്ട് തവാഫുൽ വിദാ ആക്കണോ ദുൽഹിജ്ജ 13 മിനാല് ദൈക്കുക ഇഷ്ടമുള്ള ദൈക്ക് അള്ളാഹു ഖുർആനിലെ സൂറത്തുൽ ബഖറ 203 ആയത്തിൽ ചൊല്ല വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത് എണ്ണപ്പെട്ട നാൾ നിങ്ങൾ അല്ലാഹുവിനെ നെനപ്പാക്കൂ ഫമൻ തഅജ്ജല ഫി യൗമൈനി ഫലാ ഇസ്മ അലൈ ദുൽഹിജ്ജ പോനൊന്നും 12 വെച്ചിട്ട് മിനൽ നിന്ന് നിങ്ങൾ പോണ്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് തൊന്തരയില്ല പ്രോബ്ലം ഇല്ല നിങ്ങളെ മേലെ പാപ്പയില്ല വമാ തഅഖറ ഫലാ ഇസ്മ അലൈ ഇനി 13 നിങ്ങൾ തെച്ചാറ് 13 ജാവുകു മിനൽ സ്റ്റേ ആയാറ് ചെന്നെങ്കിൽ നിങ്ങൾക്ക് തൊന്തരയില്ല അടിയില്ല നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നീക്കാം എല്ലാം പോവാം ലിമനിത്തഖാ ഇത് അള്ളാഹുവിനെ തഖ്വ സ്വീകരിക്കണമെങ്കിൽ വത്തഖുല്ലാ അള്ളാഹുവിനെ പേടിക്കോറു വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ അറിയോറു നിങ്ങൾ എല്ലാവരെയും അള്ളാഹു എണിപ്പാട്ട് കൊണ്ടു ചെന്നിട്ട് ദുൽഹിജ്ജ 12 ಕಲ್ಲೆರ್ഞ്ഞിട്ട് ಕಲ್ಲೆಸದು ನಿರ್ಗಮಿಸಲು ಇಚ್ಛಿಸುವವರು ಸೂರ್ಯಾಸ್ತಮಾನಕ್ಕಿಂತ ಮುಂಚೆ ಮಿನಾ ಬಿಡಬೇಕು ദുൽഹിജ്ജ 12 പോണോണ്ടു ഇഷ്ടപ്പെട്ടങ്ങുള്ളാറല്ലേ 12 തീന്നിട്ട് അങ്ങ് പോവാ ചെന്നിട്ട് അങ്ങ് എപ്പം മീന വിടണു സൂര്യാസ്തമാനത്തുക്ക് മുന്നലേ സൂര്യ അസ്തമിക്കലല്ലേ അതുക്ക് മുന്നലേ ഞങ്ങൾ മീന വിട്ടതാവണം അസ്തമിച്ച പിന്നെയും നിങ്ങൾ അവിടെ സ്റ്റേ ആയെങ്കിലാ 13 നിങ്ങൾ ദയിക്കണേ അവിടെ അപ്പോൾ സൂര്യാസ്തമിക്കുന്ന മുന്നലേ പോയിരണു നിങ്ങൾ 13 ദയിക്കും ഇല്ലാണ്ട് ഇഷ്ടമില്ലാണ്ടായെങ്കിൽ അതൈത്തിക്കറ് അതുമായി സംബന്ധപ്പെട്ട വിഷയം ഇനി തവാഫുൽ വദ ലാസ്റ്റ് ಫೈನಲ್ ಹಜ್ಜಿನ ಪೂರ್ಣ ಕರ್ಮಗಳು ನಿರ್ವಹಿಸಿ ಮಿನಾದಿಂದ ನಿರ್ಗಮಿಸಿದ ಬಳಿಕ ತವಾಫುಲ್ ವದಾ ಮಾಡಲು ಕಾಬದೆಡೆಗೆ ತೆರಳಬೇಕು ಕಾಬಗೆ ಪೂರ್ಣ ತವಾಫುಲ್ ವದಾ ಲಾಸ್ಟ್ ತವಾಫ್ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തി ഞങ്ങളുടെ അവസാനത്തെ അമല് തവാഫാവണു മക്ക വിടുമ്പത്തേക്ക്
മക്കത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോകുമ്പോഴത്തേക്ക് ഞങ്ങൾ അവസാനത്തെ ലാസ്റ്റ് എൻഡ് അമല് അത് തവാഫായിട്ടിക്കോണോ ചെന്നിട്ട് ഹജ്ജിലെ ലാസ്റ്റ് കഡായ കർമ്മയത്തിക്ക് തവാഫുൽ വദാ അപ്പമേ ഞങ്ങൾ മക്ക വിടണം. അതോട് തവാഫുൽ വദാക്കിയ പിന്നെ മക്ക നിൽക്കില്ലേ, ജാഗാലാക്കോണോടത്ത്. പിന്നെ ഹൈദ് നിഫാസുള്ള പെണ്ണിങ്ങക്ക് തവാഫുൽ വദാലിന് റിയായിറ്റി ഉണ്ടോ, അത് കഴിഞ്ഞിട്ടാണോ അവൾ ആ പെണ്ണിങ്ങ തവാഫുൽ വദ ആക്കിയിട്ടില്ല ചെന്നിട്ട് പ്രായശ്ചിത്തൊന്നുമില്ല, ഫൈനൊന്നും കിട്ടുകയില്ല. ಏನು ಕೂಡ ನಂಗೆ ಕೊರಿಯೆ ಲಾಸ್ಟ್ ಎಂಡ್ ಐತು ತೆಲ್ಲೇ ಉಳ್ಳು ಹಾಜಿ ಕಡ್ಡಾಯಮಾಯಿತು ಗಮನ ಕೊಡ್ಕೊಂಡೆ ಕಾರ್ಯಂಗ എല്ലാവരും കഡ്ഡായമായിട്ട് നനപ്പിക്കണം. മിനല് ദയിക്കൃതായ 3 നാള് ജംറത്ത് കല്ലെറിയണം. ആരും മറന്നിരണ്ട, 3 നാളും ഉറങ്ങിയിട്ട് ബാക്കിയായ നനപ്പില്ല, അങ്ങനായിരണ്ട. ലൈഫിലോർക്ക് ഹജ്ജാക്കെ പോണ്ടോ. പിന്നെ പ്രതി ഒരു കല്ലെറിയുമ്പോൾ അള്ളാഹു അക്ബർ ചൊല്ലണം. പിന്നെ ആ ജാഗൽ അവിടെ തെച്ചിട്ടുണ്ടല്ലേ, കുടുംബത്തെ ബിസിയാ, മൊബൈലുണ്ടല്ലേ, മൊബൈലിൽ ഷോർട്ട് നോക്കറോ, അതിൽ നോക്കി ടൈം വേസ്റ്റ് ആക്കണ്ട. അമൂല്യമായ ടൈം ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടുള്ളത്. ദിക്റ്, ദുആ, ഇബാദത്ത് യാറാക്കൊരു ಶಾಂತಿ പിന്നെ ನೆಮ್ಮದಿಯೋಡು ಕೂಡ ಹಜ್ಜಿನ ನಾಳೆ ಕಲಿಯೋರು. ಸ್ಪರ್ಧೆ, പെണക്ക്, ആട്ടോട്ട ഇതേതും ആക്കിരണ്ട. അമലേ ആക്കോರು. മൊബൈലിൽ സൈലൻ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ട് കീസിലൊക്കെ വെച്ച് വിടോರು. ഇല്ലെങ്കിൽ അത് വിടില്ല. ഈ മൊബൈലുണ്ടല്ലോ ഞങ്ങളെ വിടരേ ഇല്ല. ഞങ്ങളെ പെറോലെ പണ്ട് വെച്ച ബന്ധാക്കിയിട്ട് പാടേ ഇടില്ല, നോക്കില്ല, ഷോർട്ട് നോക്കും. പിന്നെയും വെച്ച പിന്നെയും നോക്കും. ചെൽഡ് റായത്തേക്ക് മകൻ്റെ മേലിടങ്ങ റായത്തിന്നെങ്കിലും ശരി ಅದರ ವಿಷಯದ ಜಾಗ್ರತೆ ಬೇಂಡ ಎತ್ತರ ನೋಕೋರು. ನಾನಾಯಗೂ നിങ്ങൾ എല്ലാവരും ഒട്ടും ഉപദേശാക്കರು. പിന്നെ ഹജ്ജിലെ റുക്കുനുങ്ങ എന്തിരല്ല, ഒന്ന് നിയത്ത്, പിന്നെ അറഫല നിക്കരത്ത്. നിയത്തില്ലെങ്കിൽ ഇന്നമൽ അമാലു ബിന്നിയാത്ത്, അമല് നീയത്ത് അനുഗുണമായിട്ട് ഇക്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് ഒന്നാമത്തെ ബുഖാരിലുള്ള ഹദീസ്. നീയത്ത് ആക്കാണ്ടങ്ങ ഹജ്ജിക്ക് പോയിട്ട് ഉംറക്ക് പോയിട്ട് എന്തര പോയതാ, നീയത്ത് ശരി വേണം. പിന്നെ അറഫൽ നിൽക്കണോ, റുക്കൂനായിത്തിക്ക് റജ്ജിറോ, തവാഫുൽ ഇഫാദ ഞങ്ങൾ ദുല്ലേജ് 12 തവാഫുൽ ഇഫാദാക്കിയില്ലേ, ആക്ക് പോണില്ലേ, അത് റുക്കൂനായിത്തിക്ക്. പിന്നെ സഅയ്. ഇതിൽ ഏതെങ്കിലും ബുട്ടെങ്കിൽ ഈ 4 അമലുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഞങ്ങൾ ബുട്ടെങ്കിൽ അവൻ്റെ അജ്ജ് അസിന്തു, അവൻ്റെ അജ്ജ് ശരിയില്ല. പണ്ട് വർഷം വാപ്പസ് പോകണം. എത്ര ലക്ഷം കോടി ഇപ്പോൾ റേറ്റ് 7 ലക്ഷമാണ്. അതെല്ലാം വേസ്റ്റ് ആയിത്ത്, പാടെ സുറൂത്ത പോണം. ಏನು ಹಜ್ಜಿನ ವಾಜಿಬಾತಂಗ ಎಂದ್ರಲ್ಲ ಹಜ್ಜಿನ ವಾಜಿಬಾತ್ ಮೀಕಾത്തിൽ ഇഹ്റാമക്ക് പ്രവേശിക്കറോ. മീക്കാത്തിലേ വെച്ചിട്ട് ഇഹ്റാം പ്രവേശിക്കുന്നു പാട് ചെന്നിരണ. മുസ്ദലിഫൽ ജാവുസ് തങ്കറോ, സ്റ്റേ ആവറോ. മീനൽ ജാവു തങ്കറോ, സ്റ്റേ ആവറോ. ജംറത്ത് കല്ലെറിറോ. അറഫാൽ സൂര്യസ്തമാനത്തോളം നിൽക്കറോ. എന്തായിത്തല്ല അതും അറഫൽ നിൽക്കറ മാത്രമല്ല, അറഫൽ സൂര്യ അസ്തമിക്കറോടത്തോളം നിൽക്കറോ, അതും വാജിബായിട്ടിക്കർ. പിന്നെ മുടിയെടുക്കറോ, തവാഫുൽ വദാ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയെങ്കിൽ പ്രായശ്ചിത്തം കൊടുക്കണം. ആരെങ്കിലും ഒരാൾ മീക്കാത്തിൽ വെച്ചിട്ട് ഇഹ്റാം പ്രവേശിച്ചില്ല, പ്രായശ്ചിത്തം കൊടുക്കണം. ഒന്ന് പ്രായശ്ചിത്ത നമ്പർ 1 ഫൈൻ കെട്ടേണ്ടത് ഒരു ആടിന് ബലി കൊടുക്കറോ. അത് അല്ല ഉണ്ടായെങ്കിൽ 10 നാൾ നോമ്പ് പിടിക്കറോ. 10 നാൾ നോമ്പ് പിടിക്കുന്നത് ഉണ്ടല്ലേ, 3 നോമ്പ് ഹജ്ജിന ടൈമല്ലേ. 10 നോമ്പിലും പ്രായശ്ചിത്തം, 3 നോമ്പ് ഹജ്ജിന ടൈമല്ലേ. നോമ്പ് പിടിക്കാൻ സാധ്യമുണ്ടോ ഇത്ര കഷ്ടത്തിൽ? ആ ബേയിൽ അവിടെ 2 സൈഡ്. ഇന്നാലെ ഞാൻ ഒരു വീഡിയോ കാട്ടാകുമ്പോഴത്തേക്ക് ഞങ്ങളെ ഞങ്ങൾ മോളിൽ ചെന്നാൽ അതെന്താ പൊയ്യ പാറോൺ അല്ല കൂടെ ചെന്നാവാ ഞങ്ങളെ നിഹാൽ കേട്ടാ അതെന്താ പൊയ്യ പാറുണ്ട്. പൊയ്യല്ലത് സ്പ്രേ ആക്കറോ. ആജിമാർക്ക് സംപ്പാക്കറോ. 2 സൈഡിലും കറണ്ട് കമ്പ് പോലത്തെ കമ്പൗണ്ട് 2 സൈഡിലും തണ്ണി പാറിയോണം, നിങ്ങളെ സംപ്പാക്കിയോണം. അത്ര വെച്ചോണ്ട് അവിടെ. അപ്പോൾ 3 നാൾ നോമ്പടിക്കാൻ സാധ്യമുണ്ടോ? അപ്പോൾ ഇത് ഏതും
ഈ വാജിബാത്ത് ഏതും വിട്ടുപോവാത്ത പോലെ ജാഗ്രത വഹിച്ചു. ഹജ്ജ് ചെന്നെങ്കിൽ നിസ്കരിച്ച് വേണ്ട പോലെയല്ല. ഹജ്ജ് ഈസിയുണ്ട്, മാത്ര ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ನೆನಪು വേണം. ബുക്ക് നോക്കി കയ്യിൽ പിടിച്ചോളൂ. ഇതാക്കിയാനാ ചെന്ത്. പിന്നെ ബാക്കി 7 നോമ്പ് റായത്ത് വന്ന പിന്നെ 3 നോമ്പ് എവിടെയും പിടിക്കണോ. ഈ ഇവിടെ ഹജ്ജിൻ്റെ വാജിബാത്തിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജ് മക്ബൂലായ മബ്റൂറായ ഹജ്ജാക്കു തൗഫീഖ് തന്നാണ്. അനുഗ്രഹിക്കട്ടെ.